Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Ram Ram, Hare Hare. Hare Krishna. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം 3-ാമത്തെ സ്കന്ധം 2-ാമത്തെ അധ്യായം നമുക്ക് ചർച്ച തുടരാം. വിധുരരും ഉദ്ധവരുമായിട്ടുള്ളൊരു സംവാദമാണ്. ഭഗവാനെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ആ ചർച്ച തുടരാം. ഭക്തരെല്ലാവരും ലൈവിൽ വരുന്നവരെ നമുക്കൊരു കീർത്തനം ചെയ്യാം. കീർത്തനം കഴിഞ്ഞതിന് ശേഷം നമുക്ക് സത്സംഗത്തിലേക്ക് കടക്കാം. ഹരേ കൃഷ്ണ. ജയ രാധാ മാധവ ജയ കുഞ്ച ബിഹാരി ജയ രാധാ മാധവ ജയ കുഞ്ച ബിഹാരി ജയ ഗോപി ജനവല്ലഭ ജയ ഗോപി ജനവല്ലഭ ജയ ഗിരിവരധാരി ജയ ഗിരിവരധാരി യശോദാനന്ദന വ്രജജന രഞ്ജന യശോദാനന്ദന വ്രജജന രഞ്ജന യശോദാനന്ദന വ്രജജന രഞ്ജന യശോദാനന്ദന വ്രജജന രഞ്ജന യമുനാ തീരവനചാരി യമുനാ തീരവനചാരി ജയ കുഞ്ച ബിഹാരി ജയ കുഞ്ച ബിഹാരി ജയ രാജാ മാധവ ജയ കുഞ്ച ബിഹാരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ കൃഷ്ണ
प्रेमधन हरिनाम संकीर्तन की जय। रामाचार्य श्री हरिदास ठाकुर की जय। श्री प्रभुपाद जी की जय। निताय गौर प्रेमानंदे हरि हरि बोल. ഹരേ കൃഷ്ണ. നമുക്ക് സത്സംഗം ആരംഭിക്കാം. നമുക്ക് ചർച്ച ആരംഭിക്കാം. നമ്മൾ ഓരോ ശ്ലോകവും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലനേഷനും ആ ഒരു അധ്യായം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്കാകാമെന്ന് വിചാരിക്കുന്നു. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ശ്ലോകത്തിലെ ഓരോ വാക്കുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് കുറച്ചും കൂടെ വേഗതയിൽ മുന്നോട്ട് പോകാം. ശ്രീമദ് ഭാഗവതം എത്ര പഠിച്ചാലും അത് മതിയാകത്തില്ല. അന്നേരം ആദ്യം നമുക്ക് ഒറ്റ പ്രാവശ്യമെങ്കിലും ഭാഗവതം കംപ്ലീറ്റ് ചെയ്യണം, എന്നിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ വീണ്ടും ആവർത്തിച്ച് ശ്രീമദ് ഭാഗവതം പഠിക്കാമെന്ന് വിചാരിക്കുന്നു. അല്ലേ? ഇങ്ങനെയല്ലേ നല്ലത്? അന്നേരം ഇനി കൂടുതലും നമ്മൾ ശ്ലോകം ആ ഒരു അധ്യായം കംപ്ലീറ്റ് ചെയ്യാനാണ് നോക്കുന്നത് ഓരോ സത്സംഗത്തിലും. ആ സത്സംഗം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു ഓവർവ്യൂ കംപ്ലീറ്റ് ശ്ലോകങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അന്നേരം നമുക്കെല്ലാവർക്കും അറിയാം, വിതുരർ പല പല തീർത്ഥസ്ഥലങ്ങളും സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം യമുനാ തീരത്തെത്തുന്ന സമയത്ത് അവിടെ ഉദ്ധവരെ കാണുകയാണ്. ഉദ്ധവരോട് ഭഗവാനെക്കുറിച്ച് ചോദിക്കുകയാണ്. അങ്ങനെ ഭഗവാനെക്കുറിച്ച് ചോദിച്ചപ്പോൾ കുറേ നേരം ഉദ്ധവർ സ്തംഭിച്ച് നിൽക്കുകയാണ്. എന്തുകൊണ്ട് സ്തംഭിച്ചു? ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകളാൽ അദ്ദേഹം ഭക്തിഭാവത്തിലേക്ക് നിമഗ്നനായി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഭക്തിഭാവത്തിലേക്ക് നമ്മൾ അങ്ങ് മഗ്നനായി പോകണം. നമുക്കിപ്പോൾ കൂടുതലും ഇമോഷൻസും ഫീലിങ്സും ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. പക്ഷെ എപ്പോഴാണോ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഭഗവാനോട് ഭാവം ജാഗൃതമാകുന്നത്, അപ്പോഴാണ് നമ്മൾ സുരക്ഷിതരായിരിക്കുന്നത് ഈ ലോകത്തിൽ. അതിനെക്കുറിച്ച് ഭക്തിയുടെ പല തലങ്ങളുണ്ട്. ആ തലങ്ങളിലൂടെ നമ്മൾ ഭക്തിഭാവത്തിലേക്ക് പ്രവേശിക്കണം. അതായത് ശ്രദ്ധ, സാധുസംഘ, ഭജനക്രിയ, അനർത്ഥനിവൃത്തി, നിഷ്ഠ, ഭാവ, പ്രേമം. നമ്മൾ കഴിഞ്ഞ സത്സംഗത്തിൽ പഠിച്ചു. കഴിഞ്ഞ സത്സംഗത്തിലും കൃഷ്ണപ്രേമമാണ് നമ്മുടെ ലക്ഷ്യം. ആ കൃഷ്ണപ്രേമത്തിലേക്ക് എത്തണമെങ്കിൽ ആദ്യം ശ്രദ്ധ വേണം. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ വിശ്വാസം, ഭഗവാനിലുള്ള വിശ്വാസം. ഭഗവാനിൽ എപ്പോഴാണോ നമുക്ക് വിശ്വാസം വരുന്നത്, അപ്പോഴായിരിക്കും നമുക്ക് സാധുസംഘം ലഭിക്കുന്നത്, സാധുജനങ്ങളുമായിട്ടുള്ള ഒരു സമ്പർക്കം. അങ്ങനെ ഭഗവാനിലുള്ള വിശ്വാസം, സാധുജനങ്ങളിലുള്ള വിശ്വാസം, സാധുജനങ്ങളുടെ സത്സംഗം, അതിലൂടെ നമ്മൾ ഭജനക്രിയ, നാമം ജപിക്കാൻ പഠിക്കും. ഭജന എങ്ങനെ ചെയ്യണമെന്ന് പഠിക്കും. ഭഗവാന്റെ നാമം എങ്ങനെ ജപിക്കണം എന്ന് നമ്മൾ പഠിക്കുന്നു. നാമം ജപിച്ചു കഴിയുമ്പോൾ അനർത്ഥനിവൃത്തി, അതായത് ഇത് തുടർന്നുകൊണ്ടേയിരിക്കണം. അതായത് കുറേ ആദ്യം വിശ്വാസം ഉണ്ടായതുകൊണ്ട് സാധുസംഘം ലഭിച്ചു. അന്നേരം ഇനി സാധുസംഘം, അതായത് സാധുജനങ്ങൾ, ഭഗവാന്റെ ഭക്തരുമായിട്ടുള്ള ഒരു സമ്പർക്കം ലഭിച്ചു. ആ സമ്പർക്കത്തിലിരിക്കുമ്പോൾ ഭഗവാന്റെ വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഭക്തിയുടെ പുരോഗതി അവിടെ തന്നെ തടസ്സപ്പെടും. അന്നേരം അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഭഗവാനിലുള്ള വിശ്വാസം ഇനിയും വർദ്ധിക്കണം.
സാധു സംഘത്തിലൂടെ സാധു ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കത്താൽ നമ്മുടെ വിശ്വാസം വർദ്ധിച്ച് മുന്നോട്ട് പോകണം. അതിനനുസരിച്ച് ഭഗവാന്റെ തിരുനാമം ജപിക്കണം. നമ്മൾ ഭജനക്രിയ, അന്നേരം ഭഗവാന്റെ നാമജപം മുടക്കാൻ പാടില്ല, സാധുജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം മുടക്കാൻ പാടില്ല, വിശ്വാസവും പോകരുത്. ഇത് മൂന്നും തുടർച്ചയായിട്ട് ഇങ്ങനെ പുരോഗമിക്കുന്നതിനനുസരിച്ച് അനർത്ഥ നിവൃത്തി, നമ്മുടെ ഉള്ളിൽ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ അതൊക്കെ നഷ്ടപ്പെടും. എങ്ങനെയാണോ നമ്മൾ ഒരു അഴുക്കായ തുണി വൃത്തിയാക്കുന്നത്, കഴുകി വൃത്തിയാക്കുന്നത്, അതേപോലെ നമ്മുടെ ഹൃദയത്തിൽ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളൊക്കെ അതൊക്കെ നശിക്കും. കാമക്രോധ മോഹലോഭ മതമത്സരാദികളൊക്കെ. അന്നേരം പൊതുവേ നമ്മുടെ ഈ സത്സംഗത്തിലും 3 വർഷത്തിൻ്റെ ഇടയിൽ കുറേ ഭക്തർ വന്നു. 100%-ൽ 90% ഭക്തരും ഇപ്പോഴും തുടരുന്നുണ്ട് ഭക്തിയിൽ. പക്ഷെ 10% ആൾക്കാർ ചിലപ്പോൾ വിട്ടുപോകുന്നത് ഇതുകൊണ്ടാണ്. എന്തുകൊണ്ട്? ഭജനക്രിയ, നാമം ജപിക്കുന്നില്ല. നാമം ജപിക്കാത്തപ്പം ക്രമേണ സാധുജനങ്ങളുടെ മഹത്വം മനസ്സിലാക്കത്തില്ല, സത്സംഗത്തിൻ്റെ മഹത്വം എന്താണെന്നും അതൊന്നും മനസ്സിലാക്കത്തില്ല. പിന്നെ എന്തു പറ്റും? അനർത്ഥ നിവൃത്തി എന്തായാലും നഷ്ടപ്പെട്ടു. കാരണം നാമം ജപിച്ചെങ്കിൽ മാത്രമേ അനർത്ഥ നിവൃത്തി ഉണ്ടാവൂ. ഭഗവാനിലുള്ള വിശ്വാസവും ക്രമേണ നഷ്ടപ്പെടും. അത് കാരണം എന്തു പറ്റും? ഉള്ളിലിരിക്കുന്ന അനർത്ഥങ്ങളൊക്കെ വീണ്ടും പൊങ്ങി വരും. അതായത് ഭക്തിയിൽ വരുന്നതിന് മുമ്പേ അവർ പുറം ലോകത്ത് എന്തൊക്കെയാണോ കാട്ടിക്കൂട്ടിയിരുന്നത് അതേ സ്വഭാവം തന്നെ ഭക്ത കൂട്ടായ്മയിലും കാണിച്ചു കൊടുക്കും. അന്നേരം എന്തു പറ്റും? ഭക്തിയിൽ നിന്ന് ഇനിയും ദൂരെയായിപ്പോൾ. അതാണ് പൊതുവെ സംഭവിക്കുന്നത്. അന്നേരം ഭക്തിയിൽ തുടരുന്നവർക്ക് എന്താ സംഭവിക്കുന്നത്? ഭഗവാനിലുള്ള വിശ്വാസം വർദ്ധിക്കും. ഭക്ത സമ്പർക്കത്തിലൂടെ ഭഗവാനെക്കുറിച്ച് ഭക്തനിൽ നിന്ന് കേട്ട് നാമവും ജപിച്ച് ഒരു കൃത്യനിഷ്ഠതയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ എന്തു പറ്റും? അനർത്ഥ നിവൃത്തി. ആവശ്യമില്ലാത്ത മാലിന്യങ്ങളൊക്കെ ഹൃദയത്തിൽ നിന്ന് പോയി നിഷ്ഠ വരും. നിഷ്ഠ എന്ന് പറയുന്നത് ഭക്തിയുടെ ഒരു തലമാണ്. നിഷ്ഠയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നിഷ്ഠ എന്ന മലയാളത്തിൽ അർത്ഥം എന്താണോ ആക്കുന്നത് അതേപോലെ തന്നെ. അതുകൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് തന്നെ നിഷ്ഠ. ഒരു ഉറച്ച ഭക്തി, കൃത്യനിഷ്ഠതയോടുകൂടി ജപിക്കുകയും ഒരു ഉറച്ച തീരുമാനമുണ്ട്. ഭക്തിയിലൂടെ മാത്രമേ എനിക്കൊരു സദ്ഗതി ഉണ്ടാകൂ. ബാക്കി ഭൗതിക ജീവിതത്തിൽ പല ലക്ഷ്യങ്ങൾ വെച്ചിട്ടും കാര്യമില്ല, ഭഗവാൻ തന്നെയാണ് എൻ്റെ പരമോന്നത ലക്ഷ്യം എന്ന ഒരു ഉറച്ച നിഷ്ഠ വരും. എപ്പോഴാ? അനർത്ഥ നിവൃത്തി. ഹൃദയത്തിൽ നിന്നും ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളൊക്കെ പോയതിനു ശേഷമാണ് നിഷ്ഠ വരുന്നത്. ഇപ്പോൾ ഗുരു നമ്മളെ നിർബന്ധിപ്പിച്ചാണ് ജപിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സാധന ഷീറ്റ് ഫില്ലപ്പ് ചെയ്യാനും ഒരു കൃത്യനിഷ്ഠമായിട്ട് ഗ്രൂപ്പിൽ ഇട്ടേ പറ്റൂ എന്ന് പറയുമ്പോഴാണ്. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ഭൗതിക ആഗ്രഹങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ജപത്തിനോടൊരു ഉത്സാഹം വരും. അതാണ് നിഷ്ഠ എന്ന് പറയുന്നത്. ഈ നിഷ്ഠയിലൂടെ മുടങ്ങാതെ കൃത്യനിഷ്ഠതയോടുകൂടി ജപിക്കുന്ന ആ ഒരു തലത്തിലേക്ക് നമ്മൾ തുടരുന്ന സമയത്ത് ക്രമേണ നമ്മുടെ ഉള്ളിൽ ഭാവം എന്ന് പറയുന്ന ആ തലത്തിലേക്ക് എത്തും. ഭക്തിഭാവം. ആ ഭക്തിഭാവം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് എത്തും. ആ ഭക്തിഭാവം എന്ന് പറയുന്ന തലത്തിൽ എത്തുമ്പോഴാണ് ഭഗവാനെക്കുറിച്ചുള്ള ഇമോഷൻസ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. ഇപ്പം നമുക്ക് ഇമോഷൻസ് ഉണ്ട്, ഇമോഷൻസും ഫീലിങ്സും ഉണ്ട്. പക്ഷെ അത് നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങളോടും നമ്മളോട് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തൊരു കാര്യം നടക്കുമ്പോൾ നമുക്ക് ദേഷ്യം, അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ, അല്ലെങ്കിൽ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് വിഷമം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും കാര്യം നടക്കുമ്പോൾ വലിയ സന്തോഷം. അന്നേരം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഭാവമാണ്, ഭൗതിക ഭാവത്തിലാണ് നമ്മളിരിക്കുന്നത്. പക്ഷേ ഇതേ ഭാവം ഭക്തിഭാവമായിട്ട് മാറും. അത് നമുക്ക് നമ്മുടെ ഉള്ളിൽ ഇതുവരെ ജാഗ്രതമായിട്ടില്ല. ഭക്തിഭാവം ജാഗ്രതമാകുമ്പോൾ ഭഗവാനെ ഒരു ചിത്രമായിട്ടോ പ്രതിമയായിട്ടോ കാണത്തില്ല, സാക്ഷാൽ ഭഗവാനായിട്ട് തന്നെ കാണും. ഭഗവാനോട് ഒരുപാട് സ്നേഹം വർദ്ധിക്കും. ഇതേ ഭാവം തന്നെ ഭക്തിഭാവം ഇതിൻ്റെ പരിപക്വ അവസ്ഥയിലെത്തുമ്പോൾ കൃഷ്ണപ്രേമമായിട്ട് മാറും. പക്ഷേ ഈ ഭക്തിയിലെ തലങ്ങളിലൂടെ പുരോഗമിക്കണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേണം. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ഭഗവാനിൽ വിശ്വാസം വരും. ഭഗവാന്റെ അനുഗ്രഹത്താലേ സാധുസംഘം, സാധുജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം ലഭിക്കൂ. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ നന്നായി ഭജനക്രിയ, നാമം ജപിക്കാൻ കഴിയൂ. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അനർത്ഥ നിവൃത്തി നടക്കൂ. നമ്മുടെ ഉള്ളിലുള്ള ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളൊക്കെ പോകും. ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയാൽ മാത്രമേ നിഷ്ഠ വരൂ. ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയാൽ മാത്രമേ നിഷ്ഠ ഭാവമായിട്ട് മാറൂ.
ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചെങ്കിലേ ഭാവം പ്രേമമായിട്ട് മാറും. അന്നേരം ത്രൂ ഔട്ടായിട്ട് ഭക്തിയിൽ പുരോഗമിക്കാൻ നമ്മൾ ഭഗവാനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ആചാര്യന്മാർ ഒരു ഉദാഹരണം നൽകുന്നുണ്ട്. നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, നമ്മൾ കാട്ടിലൂടെ പോകുന്ന സമയത്ത് കാട്ടിൽ എങ്ങനെയോ ഒരു പൊട്ടക്കിണറ്റിൽ വീണതുപോലെയാണ് നമ്മുടെ അവസ്ഥ. കാട്ടിലൂടെ പോകുന്ന സമയത്ത് എവിടെയോ ഒരു കിണർ ആരോ പണ്ട് കെട്ടിയതാണ്, പക്ഷേ വെള്ളമൊക്കെ വറ്റിപ്പോയി, അങ്ങനെ ഒരു കുഴി ഉണ്ടെന്ന് പോലും ആർക്കും അറിയത്തില്ല. അങ്ങനെ അതിൽ വീണ് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ചുറ്റുപാടും ആരും ഇല്ല നമ്മളെ രക്ഷിക്കാൻ. അതേപോലെയാണ് നമ്മുടെ അവസ്ഥ. സംസാര സാഗരത്തിൽ വീണു പോയി കിടക്കുകയാണ്. ഇതിൽ നിന്ന് ആത്മാവ് വഴിതെറ്റി വീഴുന്ന, നമ്മൾ കാട്ടിലൂടെ പോകുമ്പോൾ വഴിതെറ്റി ഒരു കുഴിക്കകത്ത് വീഴുന്നത് പോലെ ചുറ്റുപാടും ആൾക്കാരൊന്നുമില്ല രക്ഷിക്കാൻ, കൈയും കാലും ഒടിഞ്ഞ് വീഴുകയാണ്. അതേപോലെ നമ്മൾ ആത്മാവ് ഈ ഭൗതിക ലോകത്തിൽ വീണ് കിടക്കുകയാണ്, പതീതരായിട്ട് കിടക്കുകയാണ്. ഇനി രക്ഷപ്പെടാൻ എന്താ വഴി? നമ്മൾ സ്വയം പിടിച്ച് കയറി മുകളിലോട്ട് വരാൻ നോക്കുക. അതാണ് മറ്റു പല പ്രക്രിയകളൊക്കെ, ധ്യാനം, തപശ്ചര്യകൾ, അതൊക്കെ ചെയ്ത് വ്രതാനുഷ്ഠാനം, അങ്ങനെ യോഗ പ്രക്രിയ, ജ്ഞാനമാർഗം, ധ്യാനമാർഗം, അങ്ങനെ പല രീതിയിലും നമ്മൾ കർമ്മയോഗം വഴി ആസക്തിയില്ലാതെ പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ പുറത്തു വരാൻ ശ്രമിക്കുന്നു. പക്ഷേ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ദൂരം മുകളിലോട്ട് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്നാമതേ നമ്മുടെ കൈയും കാലും ഒടിഞ്ഞിരിക്കുക, പിന്നെ അത് വെച്ച് പിടിച്ചെങ്ങനെയാണ് കയറുന്നത്? പക്ഷെ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് ഒരു വ്യക്തി കയറിട്ട് തരികയാണ്. എന്നിട്ട് നമ്മൾ ആ കയറിനെ അരയിൽ കെട്ടി മുറുകെ പിടിച്ച് ഇരുന്നാൽ മാത്രം മതി. എന്നിട്ട് മുകളിലുള്ള ആ വ്യക്തി നമ്മളെ പൊക്കി ഈ പൊട്ടക്കിണറ്റിൽ നിന്നും പുറത്തു കൊണ്ടുവരും. അതാണ് ഭക്തി പ്രക്രിയ, അതാണ് നാമജപം. അതിന് ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ നമുക്ക് ഒരു വഴിയാണ് ഭക്തിമാർഗം, നാമജപം, സത്സംഗം എന്നൊക്കെ പറഞ്ഞാൽ. എന്നാൽ അതിൽ മുറുകെ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ എങ്ങനെയാണ് പൊട്ടക്കിണറ്റി വീണ് കിടക്കുന്ന ഒരു വ്യക്തിയെ അരയിൽ കയറ് കെട്ടി അതേ മുറുകെ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് ആ വ്യക്തി വലിച്ച് പുറത്ത് കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തുന്നത്, അതേപോലെ നമുക്ക് പൊട്ടക്കിണറാകുന്ന ഈ ഭൗതിക ലോകത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. ഈ ഭൗതിക ലോകമാകുന്ന ഈ കൊടുങ്കാടിൽ നിന്നും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ നാട്ടിലേക്ക്, ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയും. അതാണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. അന്നേരം ഉദ്ധവൻ എന്ന് പറഞ്ഞാൽ പരമോന്നത ഭക്തിഭാവത്തിൽ, കൃഷ്ണപ്രേമത്തിൽ നിൽക്കുകയാണ്. അന്നേരം പെട്ടെന്ന് ഭഗവാനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഉദ്ധവർ ഒരു നിമിഷം സ്തംഭിച്ചു പോയി. കാരണം ഭഗവാന്റെ കൊടും വിരഹത്തിൽ വിഷമിച്ചിരിക്കുകയാണ് ഉദ്ധവർ. അതിനെക്കുറിച്ചാണ് 4ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് നോക്കാം. സമുഹൂർത്തം മാഭൂതുഷ്ണീം കൃഷ്ണാംഗ്രി സുദയാവൃഷം തീവ്രേണ ഭക്തിയോഗേന നിമഗ്നാ സാധു നിവ്രത. ഒരു നിമിഷം നിശബ്ദനായിട്ടിരുന്നു ഉദ്ധവർ. ശരീരം അനങ്ങിയതുപോലും ഇല്ല. ഭഗവാന്റെ തൃപ്പാദത്തെ സ്മരിച്ച ആ ഭക്തിഭാവത്തിൽ മഗ്നനായിട്ടിരിക്കുമായിരുന്നു ഉദ്ധവർ. എന്നിട്ട് ഉദ്ധവരെ കണ്ടപ്പോൾ ആ ഭക്തിഭാവത്തിൽ പൂർണ്ണമായിട്ടും വീണ്ടും വീണ്ടും ആണ്ടുപോകുന്നതായിട്ട് തോന്നി. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനെ നമാചാര്യപാദായ നിതായ കൃപപ്രദായിനെ ഗൗരകഥാദാമദായ നഗരഗ്രാമതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീതി നാമിനെ.
श्रीवासदानवी देवी देयिताय कृपाब्दे कृष्णसम्बन्धविज्ञानदायिने प्रभवे नमः। माधुर्योज्ज्वल प्रेमाढ्य श्रीरूपानुगभक्तिदा श्रीगौरकरुणाशक्तिविग्रहाय नमोस्तुते। नमस्ते गौरवाणी श्रीमूर्ते दीनदारिणे रूपानुगविरतापसिद्धान्तद्वन्द्वहारिणे। नमो गौरकिशोराय साक्षात् वैराग्यमूर्तये विप्रलम्बरसाम्बोधे पादाम्बुजाय ते नमः। नमो भक्तिविनोदाय सच्चिदानन्दनामिने गौरशक्तिस्वरूपाय रूपानुगवराय ते। गौराविर्भावभूमेस्त्वं निर्दिष्टसज्जनप्रिया वैष्णवसर्वभौम श्रीजगन्नाथाय ते नमः। नमो महावदन्याय कृष्णप्रेमप्रदाय ते कृष्णाय कृष्णचैतन्यनामिने गौरद्विषे नमः। पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकम्। वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोस्तुते। जयतां सुरदो पङ्गोर्मव मन्दमतेर्गतिमत्सर्वस्वपादाम्बुजो राधामदनमोहनं दिव्यवृन्दारण्यकल्पद्रुमदा श्रीमद्रत्नागारसिंहासनस्थो श्रीमद्राधा श्रीलगोविन्ददेवो प्रेष्ठारभिसेव्यमानो स्मरामि। श्रीमन्दासरसारम्भी वंशीवरतरस्थिता कर्षन्वेणुस्मनेर्गोपीर्गोपीनाथश्रीयस्तुना तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे। मूगं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं പരമാനന്ദമാധവം ശ്രീ ചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമുക്ക് ചർച്ച തുടരാം. അഞ്ചാമത്തെ ശ്ലോകം. പുലക ഉദ്ഭിന്ന സർവാംഗോ മുഞ്ചാന്മീലദൃശാശു ച പൂർണാർത്ഥോ ലക്ഷിതസ്തേന സ്നേഹപ്രസരാ സംപ്ലുത. വിധുരൻ നോക്കിയപ്പോൾ ഉദ്ധവരുടെ ശരീരത്തിൽ ഭക്തിയുടെ എല്ലാ ലക്ഷണങ്ങളും കാണാൻ തുടങ്ങി. എന്തൊക്കെയാ? ശരീരമാസകലം രോമാഞ്ചം, കണ്ണീന്ന് ധാരധാരയായിട്ട് വിരഹത്താൽ കണ്ണീര് വരുന്നു. അന്നേരം വിതുരർക്ക് മനസ്സിലായി ഭഗവാന്റെ പ്രേമം ഉദ്ധവർക്ക് ലഭിച്ചു, കൃഷ്ണപ്രേമം. അന്നേരം ഇത് കഴിഞ്ഞ സത്സംഗത്തിൽ നമ്മൾ പറഞ്ഞു, കൃഷ്ണപ്രേമം എന്ന് പറയുന്നത് ഭഗവാന്റെ അനുഗ്രഹത്താൽ മാത്രം ലഭിക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ നാമം ജപിക്കുന്നത് കൃഷ്ണപ്രേമം ലഭിക്കാൻ വേണ്ടിയാണ്, വേറൊന്നും ഭഗവാനോട് ചോദിക്കരുത്. ഞാൻ പറഞ്ഞു, കോടാനുകോടി രൂപ കിട്ടാൻ സാധ്യതയുള്ളിടത്ത് നമ്മൾ ആ 10 രൂപ 20 രൂപയൊക്കെ ചോദിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? അതേപോലെയാണ്. അന്നേരം ബാക്കിയുള്ള ഭൗതിക ലാഭങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉപയോഗവും ഇല്ലാത്ത സാധനമാണ്. മാക്സിമം നമുക്ക് ഈ ഒരു ജന്മത്തിൽ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. ഭൗതികമായിട്ട് നമ്മൾ എന്തൊക്കെ നേടിയെടുത്താലും ഭഗവാന്റെ അനുഗ്രഹത്താൽ പോലും അതൊന്നും നമ്മളെ സഹായിക്കത്തില്ല. നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് കൃഷ്ണപ്രേമമാണ്. കൃഷ്ണപ്രേമം ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തിയിൽ ആ ഒരു യഥാർത്ഥ ആനന്ദം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ഭഗവാന്റെ ലോകത്തിൽ പ്രവേശിക്കണമെങ്കിൽ കൃഷ്ണപ്രേമം ലഭിക്കും. എങ്ങനെയാണ് കൃഷ്ണപ്രേമം? നമ്മളിപ്പോൾ ഭക്തിയുടെ തലങ്ങൾ പഠിച്ചില്ലേ? ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, ഇതിലൂടെയൊക്കെ നമ്മൾ പോകണം. നിഷ്ഠ, ഭാവ, പ്രേമം, കൃഷ്ണപ്രേമം, ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആറാമത്തെ ശ്ലോകം. ശനകേർഭഗവൻ ലോകാൻ നൃലോകം പുനരാഗത വിമൃജ്യ നേത്രേ വിധുരം പ്രത്യോദ്ധവ ഉത്സമയൻ. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, എല്ലാവരും ശ്രദ്ധിച്ചേക്കുക. ശനകൈ ഭഗവൻ ലോകാൻ നൃലോകം പുനരാഗത. ഒറ്റ ക്ഷണം കൊണ്ട് എന്തായി? ഭഗവൻ ലോകാൻ, ഭഗവാന്റെ ലോകത്തിൽ നിന്നും നൃലോകം പുനരാഗത, വീണ്ടും തിരിച്ചു വന്നു. അന്നേരം നമ്മൾ ഭഗവാനെക്കുറിച്ച് സ്മരിക്കുമ്പോൾ, ഭഗവാന്റെ ആ സ്മരണ, ഭഗവാൻ ആ ദർശനം, ഭഗവാന്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ലോകത്തിലല്ല, ഭഗവാന്റെ ലോകത്താണ്.
ഒരു യോഗികൾ എങ്ങനെയാണോ മനസ്സിൽ ചിന്തിക്കുന്നതിനനുസരിച്ച് ആ സ്ഥലത്തിൽ പോകാൻ കഴിയുന്നത്, അതേപോലെ ഒരു ഭക്തൻ ഭഗവാനെ സ്മരിക്കുമ്പോൾ, ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ ആ സമയത്ത് ആ ഒരു ജീവാത്മാവ് ഈ ഒരു ലോകത്തല്ല, ഭഗവാന്റെ ലോകത്താണ്. എവിടെയാണോ ഭഗവാൻ ഉള്ളത് അത് ഭഗവാന്റെ ലോകമാണ്. നമുക്ക് നോക്കുമ്പോൾ ഈ ഭൗതിക ലോകത്തിലെ ഒരു ഭൂമിക്കകത്തുള്ള ഒരു രാജ്യത്തിലെ സംസ്ഥാനം എന്ന് തോന്നും. പക്ഷേ ഭഗവാൻ ഇരിക്കുന്ന ലോകം അതൊന്നും ഭൗതിക ലോകമല്ല, ആധ്യാത്മിക ലോകം തന്നെയാണ്. അതാണ് ഇവിടെയും പറയുന്നത്, ക്ഷണകീർ ഭഗവൻ ലോക നൃലോകം പുനരാഗത. വളരെ ചുരുക്ക സമയം കൊണ്ട് തന്നെ ഉദ്ധവരോട് ഭഗവാനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒറ്റ നിമിഷം ഉദ്ധവർ സ്തംഭിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ഭഗവത് സ്മരണയോടുകൂടി ഭഗവാന്റെ അടുത്ത് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരികയാണ്. വിമൃജ്യാനേത്രേ വിധുരം പ്രീത്യോദ്ധവ ഉത്സ്മയൻ. ഇവിടെ പറയുന്നു, ഉദ്ധവർ പെട്ടെന്ന് തന്നെ ആ സ്ഥലകാല ബോധമൊക്കെ നഷ്ടപ്പെട്ടിരുന്നു, പക്ഷേ പെട്ടെന്ന് തന്നെ തിരിച്ചു വരികയാണ്. ആ മനുഷ്യ ശരീരത്തിൻ്റെ ആ ഒരു തലത്തിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് കണ്ണൊക്കെ തുടച്ചിട്ട് പഴയ കാര്യങ്ങളൊക്കെ, ഭൂതകാലം ഒക്കെ ചിന്തിച്ചിട്ട് വിതുരരോട് ഇങ്ങനെ പറഞ്ഞു. നമുക്ക് നോക്കാം എന്താ പറയുന്നത്. ഉദ്ധവ ഉവാച, 7ാമത്തെ ശ്ലോകം. കൃഷ്ണദ്യൂമ്നി നിംലോചേ. കൃഷ്ണദ്യൂമ്നി നിംലോചേ. കൃഷ്ണനാകുന്ന സൂര്യൻ അസ്തമിച്ചു. ഗീർണേശ്വ അജഗരണേ അഹ കിം നൂന കുശലം ബ്രൂയം ഗതാശ്രീഷു ഗൃഹേഷ്വഹം. ഉദ്ധവർ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട വിതുര, ഭഗവാനാകുന്ന സൂര്യൻ അസ്തമിച്ചു. നമ്മുടെ കാലശക്തിയുടെ പെരുമ്പാമ്പ് നമ്മുടെ വീട്ടിൽ കയറി എല്ലാത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. ഇനി നമ്മുടെ സദ്ഗതിയെക്കുറിച്ച് അങ്ങ് എന്ത് പറയാനാണ്? എന്നിട്ട് അതായിരുന്നല്ലോ വിതുര ചോദിച്ചത്. എങ്ങനെയുണ്ട് കുടുംബാംഗങ്ങളെല്ലാവരും എങ്ങനെയുണ്ട്? കാരണം ഉദ്ധവർ എവിടെയാണ് താമസിച്ചിരുന്നത്? ദ്വാരകയിലാണ്, യദുക്കളുടെ കൂട്ടത്തിലാണ് താമസിച്ചത്. എന്നിട്ട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് എല്ലാവരും. ഭഗവാൻ പോയി, ഇനി എന്ത് നല്ല കാര്യമാണ് വിതുരരെ? ഭഗവാൻ ഇല്ലെങ്കിൽ പിന്നെ എന്ത് നല്ല കാര്യം, എന്ത് ക്ഷേമമാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞു. അടുത്ത ശ്ലോകം. ദുർഭാഗോ ബദലോകോയം യാദവോ നിതരാമപി യേ സംവസന്തോ ന വിദുർ ഹരിമിന ഇവോദുപം. ഈ ബ്രഹ്മാണ്ടം തന്നെ ഇപ്പോൾ നിർഭാഗ്യമായിരിക്കാം. ഇത്രയും 14 ലോകങ്ങളും ശൂന്യമായിരിക്കാം. ഏറ്റവും നിർഭാഗ്യരായിട്ടിരിക്കുന്നത് യദു കുലമാണ്. എന്തുകൊണ്ട്? മറ്റ് കുലത്തിലുള്ളവർ അല്ലെങ്കിൽ മറ്റ് ലോകവാസികൾക്ക് അവർക്ക് പിന്നെയും അറിയാമായിരുന്നു ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന സാധാരണ വ്യക്തിയല്ല, സാക്ഷാൽ ഭഗവാനാണ്, ശ്രീകൃഷ്ണ ഭഗവാനാണെന്ന് മനസ്സിലാകുന്നു. പക്ഷേ യദുക്കൾക്ക് അതുപോലും അറിയത്തില്ലായിരുന്നു. അന്നേരം ഒരു മീൻ എങ്ങനെയാണ് ചന്ദ്രനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുക? മീൻ എപ്പോഴും വെള്ളത്തിലല്ലേ. അതേപോലെ നമ്മുടെ കൂട്ടത്തിൽ ഇരുന്ന ആ വ്യക്തി സാക്ഷാൽ ഭഗവാനാണ് നമ്മൾ ഒരിക്കലും തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് ശ്രീല പ്രഭുപാദജി പറയുന്നു, യദുകുലത്തിൽ ഇല്ലാത്തവർക്കും ഭഗവാനെക്കുറിച്ച് അറിയത്തില്ല. കാരണം അജ്ഞത മൂലം, മായാദേവിയുടെ പ്രഭാവത്താൽ അവർക്കറിയത്തില്ല. യദുക്കൾക്കും അറിയത്തില്ല ഇത് സാക്ഷാൽ ഭഗവാനാണെന്ന്. പക്ഷെ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത രീതിയിലാണ് ഭഗവാനെ അറിയാതിരിക്കുന്നത്. ഒന്ന് മഹാമായയുടെ പ്രഭാവത്താൽ, ഒന്ന് യോഗമായയുടെ പ്രഭാവത്താൽ. അന്നേരം മഹാമായ ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകളിൽ നിന്നും നമ്മുടെ മനസ്സിനെ അകറ്റും. എന്നിട്ട് മായാ പ്രലോഭനങ്ങളിൽ ഭൗതിക സുഖ വസ്തുക്കൾ ആസ്വദിക്കാനും ത്രിഗുണങ്ങളിൽ നമ്മളെ പെടുത്തി ഇങ്ങനെ നിർത്തും. സാത്വിക സുഖഭോഗങ്ങൾ, രാജസിക സുഖഭോഗങ്ങൾ, അല്ലെങ്കിൽ തമസിൻ്റെ അലസത, ഉറക്കത്തിൽ നമ്മളെ ഇങ്ങനെ പിടിച്ചിങ്ങനെ കൊണ്ടുപോകും മായാദേവി. അതാണ് മഹാമായ ദേവി ചെയ്യുന്നത്. ഇനി യോഗമായ ദേവി എന്താ ചെയ്യുന്നത്? എങ്ങനെ നമുക്ക് ഭഗവാനെ സംതൃപ്തനാക്കാൻ കഴിയും, കൂടുതൽ കൂടുതൽ സന്തോഷിപ്പിക്കാൻ കഴിയും, അതിനുള്ള വഴികൾ ഒരുക്കി തരും യോഗമായ. അന്നേരം രണ്ട് വ്യത്യസ്ത
രീതിയിലാണ് മായാദേവി പ്രവർത്തിക്കുന്നത്. ഒന്ന് യോഗമായയായിട്ടും ഒന്ന് മഹാമായയായിട്ടും. അന്നേരം ഇവർ രണ്ടുപേരും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അങ്ങനെ കുറച്ച് ചൂടുവെള്ളം ഇവർ രണ്ടുപേരും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? യോഗമായ മാത്രമാണ് നമുക്ക് വേണ്ടുന്നത് എങ്കിൽ മഹാമായയെ എങ്ങനെ അകറ്റി നിർത്താം? അല്ലെങ്കിൽ രണ്ടുപേരും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏതിലായിരിക്കും കൂടുതൽ, ഏതിൻ്റെ അധീനതയിലായിരിക്കും നമ്മൾ വരുന്നത്? ഇത് നമ്മുടെ ഉള്ളിലെ ആഗ്രഹത്തിനനുസരിച്ചിരിക്കും. ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നു, ജീവ് ഭോഗവാഞ്ചാക്കരെ മായ ജപട്ടിയ ധരെ എന്ന് പറയും. ജീവാത്മാവ്, ഇതൊരു വൈഷ്ണവ ഗീതത്തിലാണെന്ന് തോന്നുന്നു, ശ്രീല ഭക്തിവിനോദ് ഠാക്കൂർജിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ശ്ലോകമാണ്. ജീവ് ഭോഗവാഞ്ചാക്കരെ മായ ജപട്യ ധരെ. എൻ്റെ അർത്ഥം എന്താണ്? ഭോഗവാഞ്ച, ആസ്വദിക്കാനുള്ള ആഗ്രഹം ജീവാത്മാവിൻ്റെ ഉള്ളിൽ വരുമ്പോൾ മായ ജപട്യ ധരെ. ജപട്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വേണം. സിംഹം എങ്ങനെയാണോ ഒരു മൃഗത്തെ പിടിക്കാൻ വേണ്ടി, അതിനെന്താ പറയുന്നത്, ഈ ചാടുന്നതിനെ അല്ലേ, ചാട്ടമല്ല അത്, അതിനെ ജപട്യ എന്ന് പറഞ്ഞാൽ ഒറ്റ ചാട്ടത്തിൽ പിടിക്കത്തില്ലേ, അതിനെ ഇംഗ്ലീഷിൽ പൗൺസ് എന്ന് പറയും, പൗൺസിങ് ലയൺ എന്ന് പറയും. എന്നിട്ട് അതേപോലെ ഈ പൂച്ചയൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ പുറമോട്ട് ഇങ്ങനെ മാറിയിട്ട് അമർന്നിട്ട് ഒറ്റ ചാട്ടം, അതേപോലെ ടു പൗൺസ് എന്ന് പറയും. അന്നേരം അതേപോലെ കുതിക്കുക, അതെ അത് തന്നെ കറക്റ്റ് വാക്കാണ്. അന്നേരം നമ്മൾ ഈ ചില വീഡിയോസിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഡിസ്കവറി ചാനലിലോ പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും, സിംഹം പുലി ഇങ്ങനെ ഒളിച്ചിരിക്കും, എന്നിട്ട് ചാൻസ് നോക്കിയിട്ട് ഒറ്റ ചാട്ടമായിരിക്കും, ഒറ്റ ചാട്ടത്തിൽ കയറി പിടിക്കും. അതേപോലെയാണ് മായാദേവി. അന്നേരം നമ്മൾ ഭക്തിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എപ്പോഴാണോ ഭോഗവാഞ്ചാക്കരെ, ഇപ്പോൾ ഭഗവാന് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ അത് പ്രസാദമല്ല, ഭഗവാന് കൊടുക്കുമ്പോൾ അത് നിവേദ്യമാണ്. അതിനെ ഭോഗ് എന്ന് പറയും, രാജ്ഭോഗ് അല്ലേ, ഭഗവാന് വേണ്ടിയുള്ള ഭോഗമാണെന്ന് പറയും അല്ലേ. എന്നിട്ട് അത് ഭഗവാൻ സ്വീകരിച്ചു കഴിയുമ്പോൾ പിന്നെ അത് ഭോഗമല്ല, കാരണം ഭഗവാൻ സ്വീകരിച്ചു, പിന്നെ അത് പ്രസാദമായി അല്ലേ. അന്നേരം ഭോഗം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ആസ്വാദനം, ഭോഗവാഞ്ചാക്കരെ. അന്നേരം ഈ ലോകത്തെ ആസ്വദിക്കാൻ, അന്നേരം നമ്മൾ ഭോഗം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? ഭഗവാൻ ആസ്വദിക്കാനുള്ളതാണ്. നല്ല മധുര പലഹാരങ്ങൾ, നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണം ആദ്യം ഭഗവാൻ ആസ്വദിക്കട്ടെ, അതിനെയാണ് പറയുന്നത് ഭോഗ്, രാജ്ഭോഗ്. രാജാവിന് കൊടുക്കുന്ന പോലെ രാജകീയ ഭക്ഷണം ഭഗവാൻ ആദ്യം ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞ് ഭഗവാന് സമർപ്പിക്കും. ഭഗവാൻ കഴിഞ്ഞതിന് ശേഷം ഭഗവാന്റെ ദാസൻ, നമ്മളെല്ലാവരും ഭഗവാന്റെ ഭക്തർ. അന്നേരം ഭഗവാൻ കഴിച്ചതിന് ശേഷം അതിൻ്റെ ബാക്കി ദാസന്മാർ സ്വീകരിക്കുന്നു, അതാണ് പ്രസാദം എന്ന് പറയുന്നത്. അന്നേരം ഭോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവാന് വേണ്ടിയാകുമ്പോൾ അത് നല്ലതാണ്, പക്ഷെ ഭഗവാനെ മറന്ന് നമുക്ക് വേണ്ടിയാകുമ്പോൾ അത് തെറ്റാണ്. ഇപ്പോൾ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം നമുക്ക് ലഭിച്ചു, ഭഗവാന് കൊടുക്കാതെ നമ്മൾ കഴിക്കുമ്പോൾ മായ പ്രവേശിക്കും, ഭഗവാനെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും മറയ്ക്കും, ഭഗവാനെക്കുറിച്ചുള്ള സേവന മനോഭാവം നഷ്ടപ്പെടും. ഇതാണ് ഭോഗം ചെയ്യുമ്പോൾ ഉള്ള മെയിൻ പ്രശ്നം. ഭഗവാനെ മറന്ന് നമ്മൾ ആസ്വദിക്കുമ്പോൾ നമ്മൾ മതിമറന്നു പോകും, ശരിയും തെറ്റൊന്നും തിരിച്ചറിയത്തില്ല, ഭഗവാനെ മറന്ന് ഓരോ പ്രവൃത്തിയിൽ നമ്മൾ ഏർപ്പെട്ടങ്ങ് പോകും. അതുകൊണ്ട് ആസ്വാദനം തെറ്റാണ് എന്നല്ല, ആനന്ദമയോ അഭ്യാസാത്, എല്ലാ ജീവാത്മാക്കളും ആനന്ദിക്കാൻ തന്നെയാണ് ഈ ലോകത്തിൽ വരുന്നത്. പക്ഷെ ഭഗവാനെ മറന്ന് ആനന്ദിക്കാൻ പാടില്ല. നമ്മുടെ സ്വാമിയാണ് ഭഗവാൻ, നമ്മൾ ഭഗവാന്റെ ദാസനാണ്. അന്നേരം ഭഗവാൻ ആസ്വദിക്കാതെ നമ്മൾ ആസ്വദിക്കുമ്പോൾ അവിടെയാണ് പണി തുടങ്ങുന്നത്, അവിടെയാണ് മായ കയറുന്നത്.
മായ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. മായാദേവി ആഗ്രഹിക്കുന്നത് അതാണ്. ഭഗവാൻ ഇല്ലാതെ നമ്മളൊരു ആസ്വാദനം ആസ്വദിക്കണം. അപ്പോൾ തുടങ്ങി പണി. അപ്പോൾ എന്താ പറ്റുന്നത്? നമ്മുടെ സ്മൃതി നഷ്ടപ്പെടും, സ്ഥലകാലബോധം ഇല്ലാതെ ശരിയും തെറ്റും തിരിച്ചറിയത്തില്ല. ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറഞ്ഞു തുടങ്ങും. കാരണം ഭഗവാൻ ഇല്ലാതെ നമ്മൾ ആസ്വദിക്കാൻ തുടങ്ങി. ഒരു മാതാജി പറഞ്ഞു, ഇങ്ങനെ ജീവിക്കണമെങ്കിൽ ആശ്രമത്തിൽ തന്നെ വരണം. സ്വാഗതം. അല്ല, വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആദ്യം ഭഗവാൻ നിവേദിക്കുക, അത്രയല്ലേ ഉള്ളൂ. എവിടെ ഇരുന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത അല്ലേ? എവിടെ ഇരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അന്നേരം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആദ്യം ഭഗവാൻ നിവേദിക്കുക, ഭഗവാൻ കഴിച്ചിട്ട് നമ്മൾ കഴിക്കുക. അതാണ് ഒരു സേവകന്റെ മനോഭാവം. അന്നേരം ഭോഗവാഞ്ചാക്കരെ മായ ജപട്യാധരേ. ഭഗവാൻ ഇല്ലാതെ, ഭഗവാന്റെ ആസ്വാദനമല്ലാതെ നമ്മുടെ ആസ്വാദനത്തിന് വേണ്ടി എന്ത് ചെയ്താലും മായാദേവി തക്കം പാത്തിരിക്കുക. അതാണ് മായാദേവിക്ക് വേണ്ടുന്നത്. ഭഗവാൻ ഇല്ലാതെ ഒരു ആസ്വാദനം നമ്മൾ എപ്പോഴാണോ അന്വേഷിക്കുന്നത്, ഉടൻ അറ്റാക്ക് വരും എന്നുള്ളതാണ്. മായ ജപട്യാധരേ എന്നാണ് പറയുന്നത്. ഭോഗ ജീവ ഭോഗവാഞ്ചകരെ മായ ജപട്യാധരേ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഭഗവാൻ ഇല്ലാതെ ഒരു കാര്യത്തിലും ആസ്വാദനം പാടില്ല. ഭഗവാനെ മുൻനിർത്തിയായിരിക്കണം ആസ്വാദനം. എൻ്റെ അർത്ഥം ഭഗവാനെ മുന്നിൽ വെച്ചിട്ട് ഭഗവാന് കൊടുക്കാതെ ഭഗവാന്റെ മുമ്പിൽ ഇരുന്ന് പുട്ടടിക്കുക എന്നല്ല. അന്നേരം കൂടുതൽ പണി കിട്ടും. കുചേലിന് കിട്ടിയ അതേ പണി നമുക്ക് കിട്ടും. കുചേലൻ എന്താ ചെയ്തത്? കുചേലൻ ഭഗവാന് കൊടുക്കാതെ അവലടിച്ചു. പാവത്തിന് എത്ര ദാരിദ്ര്യം അനുഭവിക്കേണ്ടി. അന്നേരം അതല്ല ഉദ്ദേശിക്കുന്നത്. ആദ്യം ഭഗവാൻ സ്വീകരിക്കട്ടെ. ഭഗവാൻ സ്വീകരിച്ചതിന് ശേഷം നമ്മൾ സ്വീകരിക്കുക. അല്ലാതെ ഭഗവാനെ മറന്ന് നമ്മളൊരു ആസ്വാദനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ മായ കയറി എന്ന് വിചാരിക്കുക. അതാണ് നമ്മൾ. മായ കയറിക്കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്? മായ കയറിക്കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ കാര്യത്തിൽ താല്പര്യം കാണത്തില്ല. ജപിക്കാൻ താല്പര്യം കുറയും, ഭക്തരോടുള്ള ബഹുമാനം പോവും, എല്ലാം അശ്രദ്ധ, അലസത, സേവനത്തിലെല്ലാം ഒരു ഉന്മേഷം കാണത്തില്ല. പിന്നെ പോക്കാണ്. പിന്നെ ഉന്മേഷം മുഴുവൻ ആസ്വാദനത്തിലായിരിക്കും. ഉത്സാഹം, അതാണ് ഭക്തിയിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. ഉത്സാഹം, ദൃഢനിശ്ചയം, അതൊക്കെ നമുക്ക് നഷ്ടപ്പെടും മായാദേവി നമ്മുടെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ ഭക്തരോട് അഭ്യർത്ഥിക്കുന്നത്, രാവിലെ എഴുന്നേറ്റിട്ട് രാവിലെ തന്നെ 16 മാല ജപം കംപ്ലീറ്റ് ചെയ്യും. ഓരോ മാലയും ഗ്രൂപ്പിലിടും. കാരണം ജപം വളരെ ശ്രദ്ധിക്കണം. ജപം കറക്റ്റാണെങ്കിൽ മാത്രമേ ഭഗവാനെക്കുറിച്ചുള്ള ഓർമ്മകൾ വരൂ. ഭഗവാനെക്കുറിച്ച് ഓർത്തെങ്കിൽ മാത്രമല്ലേ ഭഗവാന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ഭഗവാനെ മറന്നല്ലേ നമ്മൾ എത്രയോ ജന്മങ്ങൾ ജീവിച്ചത്. അന്നേരം ഭഗവാനെക്കുറിച്ചുള്ള ഓർമ്മകൾ ശക്തമാക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ ജപിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ആസ്വദിക്കുമ്പോഴും, ആസ്വദിക്കാൻ ആഗ്രഹമുള്ളപ്പോഴും ആദ്യം ഭഗവാൻ ആസ്വദിക്കണം, എന്നിട്ടേ നമ്മൾ ആസ്വദിക്കാൻ പാടുള്ളൂ. ആ ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. എന്നിട്ട് ഇവിടെയും 8ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? ഈ പ്രപഞ്ചം മുഴുവൻ ശൂന്യമായിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യദുക്കൾക്കും അറിയത്തില്ല ഭഗവാൻ കൃഷ്ണൻ ഭഗവാൻ തന്നെയാണെന്ന്. അവർ വിചാരിച്ചു, നമ്മുടെ ഒരു ബന്ധു, നമ്മുടെ മകൻ, നമ്മുടെ സഹോദരൻ, നമ്മുടെ അച്ഛൻ, നമ്മുടെ കൂട്ടുകാരൻ, നമ്മുടെ ലീഡർ എന്നായിരുന്നു യദുക്കൾ കണ്ടിരുന്നത്. പക്ഷേ നമ്മളും അവരുമായിട്ട് വ്യത്യാസമുണ്ട്. എന്താണ്? നമ്മൾ മഹാമായയുടെ പ്രഭാവത്താലാണ് ഭഗവാനെ മറക്കുന്നത്. പക്ഷേ യദുക്കൾ ഭഗവാനെ മറക്കുന്നത് യോഗമായയുടെ പ്രഭാവത്താലാണ്. രണ്ടും തമ്മിൽ വ്യത്യാസം എന്താണ്? യദുക്കൾ ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവാനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ഭഗവാനുമായിട്ടുള്ള ആ ബന്ധം മാറിപ്പോവും. ഇപ്പം നമ്മൾ ഒരു ഉദാഹരണത്തിന് യദുകുലത്തിലെ ആരെങ്കിലും ആണെന്നിരിക്കട്ടെ, നമ്മൾ ഭഗവാന്റെ ഒരു കൂട്ടുകാരനാണെന്നിരിക്കട്ടെ, ഭഗവാന്റെ സൈന്യഗണത്തിൽ ഒരാളാണെന്നിരിക്കട്ടെ, ഭഗവാനെ ഒരു വളരെ നമ്മുടെ രാജാവ് അല്ലെങ്കിൽ നമ്മുടെ നേതാവ് എന്നുള്ള രീതിയിൽ നമ്മൾ കാണുക, ലീഡർ എന്നുള്ള രീതിയിൽ കാണുകയാണ്. അന്നേരം ആ സമയത്ത് ഭഗവാനെ ഇത് ഭഗവാനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഭഗവാനുമായിട്ടുള്ള ആ ഒരു അടുപ്പം തീർന്നു. അയ്യോ, ഇത് ഭഗവാനല്ലേ,
ആ സൗഹൃദം പിന്നെ എങ്ങനെയാണ് പറ്റുന്നത്? അയ്യോ, ഭഗവാനോട്ട് നമ്മൾ എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ്? ഭഗവാനെ ആരാധിക്കേണ്ട വ്യക്തിയല്ല, ഭഗവാനെ പൂജിക്കേണ്ട വ്യക്തിയല്ലേ? എല്ലാം ഭഗവാന്റെ അല്ലേ? ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റേതല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അന്നേരം പിന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ വന്നിട്ട് തോളെ കയ്യോ, എൻ്റെ തോളെ കയ്യോട്ട്, ഞാൻ ഭഗവാൻ, ഇത് ഭഗവാൻ, ഞാൻ ദാസൻ, ഇങ്ങനെയൊക്കെ. ഭഗവാൻ അന്നേരം ഒരു അസൗകര്യമായിരിക്കും. കാരണം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരും ഭഗവാനെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഭഗവാൻ ആഗ്രഹിക്കുന്ന എന്താണ്? എനിക്കൊരു കൂട്ടുകാരനെ വേണം, എനിക്കൊരു ബന്ധു വേണം. അതാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. അന്നേരം ഭഗവാനെ ആരാധിച്ച് ഭഗവാന്റെ നാമമൊക്കെ ജപിച്ച് ഭക്തിയുടെ ആ പരമോന്നത തലത്തിൽ നമ്മൾ ഭഗവാന്റെ ഒരു ബന്ധുവായിട്ട് മാറും. അന്നേരം ഇത് ഭഗവാനാണെന്ന് ഓർത്തു കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ തോളിൽ കൈവിട്ട് സംസാരിക്കാൻ കഴിയില്ല. നമ്മളെങ്ങനെയാണ് നമ്മുടെ മക്കളോട് സംസാരിക്കുന്ന, നമ്മുടെ കൂട്ടുകാരോട് സംസാരിക്കുന്ന ഒരു സൗഹൃദം, അടുപ്പം. ഇപ്പോൾ ഉദാഹരണത്തിന് സാത്വികി ഭഗവാന്റെ കൂട്ടത്തിൽ ശാന്തി ദൂതനായിട്ട് ഹസ്തിനപുരിയിൽ ചെല്ലും. അന്നേരം ഭഗവാൻ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ദുര്യോധന ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോകുന്നു. അന്നേരം സാത്വികി പറഞ്ഞു, ഭഗവാനെ സൂക്ഷിക്കണം കേട്ടോ, ഇവ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇവ എനിക്ക് തോന്നുന്നു അങ്ങേ ബന്ദിയാക്കാൻ നോക്കുവാണ് എന്ന്. അന്നേരം സാത്വികിയുടെ ഉള്ളിൽ ഇത് സാക്ഷാൽ ഭഗവാനാണെന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ, ഭഗവാനെ ആര് ബന്ദിയാക്കാനാണ്? 14 ലോകങ്ങളിലും എന്തു പറഞ്ഞേ വിശ്വരൂപം ഭഗവാന്റെ നിറഞ്ഞു നിൽക്കുകയാണ്, ഇദ്ദേഹത്തെ ആരെങ്കിലും ബന്ദിയാക്കാൻ പറ്റുമോ? അന്നേരം പിന്നെ ഭക്തർ സേവനം ഒന്നും ചെയ്യത്തില്ല, ഭഗവാനായിട്ടൊരു അടുപ്പം കാണത്തില്ല. പക്ഷെ സാത്വികയ്ക്ക് എങ്ങനെയാണ്? ഇതെൻ്റെ കൂട്ടുകാരൻ, എൻ്റെ അടുത്ത ബന്ധുവാണ്, കൃഷ്ണനൊരു ആപത്തും വരരുത്, അങ്ങനെ ഒരു കെയർ. അതൊരു ഭക്തിയുടെ ലക്ഷണമല്ലേ? ഒരു സ്നേഹം, ഭക്തിഭാവമല്ലേ? അന്നേരം ആ ഒരു ഭാവത്തിലേക്ക് പോകണമെങ്കിൽ ഭഗവാനാണെന്ന് ഓർമ്മ പാടില്ല. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ മനഃപൂർവ്വം അങ്ങനെയാണെന്ന് ചിന്തിക്കരുത്, അങ്ങനെയുള്ള വിഡ്ഢിത്തരം കാണിക്കരുത്. കാരണം ചില ഭക്തരുണ്ട്, ഭഗവാന്റെ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അഭിനയിക്കും, പക്ഷെ ഒറിജിനലി ആ ഒരു തലത്തിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ കൂടുതലും ഭക്തി അഭിനയിക്കുകയാണ്. അന്നേരം നമ്മൾക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ദാസ്യഭാവമാണ്. ഭഗവാൻ സ്വാമി, നമ്മൾ ദാസൻ, ആ ഒരു ഭാവത്തിലിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നമ്മൾ ഒറിജിനലി നമ്മുടെ ഉള്ളിൽ ആ ഒരു ഭാവം വന്നിട്ടില്ല. കാരണം ആ ഭാവം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? കാരണം മറ്റു എല്ലാ വസ്തുവകകളോടും നമുക്ക് ആസക്തിയുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ മാത്രം എൻ്റെ കുട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ സമയത്തും 24 മണിക്കൂറും നമ്മൾ നമ്മുടെ കുട്ടിയെ നോക്കുന്ന പോലെ ഭഗവാനെ നോക്കുന്നുണ്ടോ? ഇല്ല. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നറിയാം, ഇതൊരു ഫൈബറിൻ്റെ ഒരു പ്രതിമയല്ലേ, ഇതൊരു മെറ്റലിൻ്റെ വിഗ്രഹമല്ലേ. എല്ലാവരും മോനെ കഴിക്കൂ, മോനെ കിടക്കൂ എന്നൊക്കെ നമ്മൾ അഭിനയിക്കും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതൊരു മെറ്റലിൻ്റെ വിഗ്രഹം, നമ്മൾ അഭിനയിക്കുകയാണ് അല്ലേ? പക്ഷെ കുഴപ്പമില്ല, ഭഗവാന് വേണ്ടി അഭിനയിക്കുമ്പോൾ ആ അഭിനയം ഒറിജിനലായിട്ട് മാറും. കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അത് ഒറിജിനലായിട്ട് മാറും, ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട്. പക്ഷേ ഈ അഭിനയം കുഴപ്പമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഇത് ഒറിജിനൽ ഭക്തിയല്ല എന്നും നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ വിചാരിക്കും നമ്മൾ ഏതോ വലിയ കൊമ്പത്തെത്തിയെന്ന് വിചാരിക്കും. അഭിനയിക്കുന്നതിൽ കുഴപ്പമില്ല. കൃഷ്ണ മോനെ സുഖമാണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ നമ്മൾ അവിടെ എത്തിയെന്ന് കരുതിയാൽ പിന്നെ ഇനി ഒന്നുമില്ല. നമ്മൾ യശോദാമയ്യെ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തുവാ, നമ്മൾ പിന്നെ ജപിക്കാൻ താല്പര്യം കാണത്തില്ല. നമ്മൾ ഭക്തിയുടെ വലിയ തലത്തിലേക്ക് എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. പക്ഷേ ഭഗവാനുമായിട്ടൊരു അടുപ്പം കിട്ടാൻ വേണ്ടി നമുക്ക് ഭഗവാനോട് സംസാരിക്കാം, ഭഗവാന് നിവേദ്യം കൊടുക്കുമ്പോൾ ഒന്ന് ചിരിക്കാം, ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള ചിരി കണ്ടിട്ട് സന്തോഷിക്കാം, ഭഗവാനായിട്ട് സംസാരിക്കാം, ഭഗവാനായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. അതൊക്കെ തെറ്റില്ല. ആൾക്കാർ വിചാരിക്കും നമുക്ക് വട്ടാണെന്ന്, പക്ഷേ കുഴപ്പമില്ല, അത് നല്ലൊരു വട്ടാണ്. കാരണം യഥാർത്ഥ വട്ട് നമ്മൾ നമ്മുടെ ബന്ധുമിത്രാദികളെ സ്നേഹിക്കുന്നതാണ്. അവരാണ് യഥാർത്ഥ പ്രതിമകൾ. കാരണം പ്രതിമ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താ, തിരിച്ചൊരു വികാരം ഇല്ലാത്ത എന്തോ രൂപങ്ങൾ. അതല്ലേ സത്യം. അന്നേരം നമ്മൾ പല ആൾക്കാരെയും സ്നേഹിക്കുന്നു, പക്ഷെ അവർക്ക് തിരിച്ച് നമ്മളോട് ഒരു ഹൃദയവും കാണത്തില്ല. അവരുടെ ഹൃദയം യഥാർത്ഥത്തിൽ
കല്ലാണ് നെഞ്ചിലെന്ന് കരിങ്കല്ലാണ്. അതേപോലെയാണ് എല്ലാവരുടെയും നെഞ്ച് കല്ലാണ്. അന്നേരം എത്ര നമ്മൾ സ്നേഹിച്ചാലും, എത്ര എന്തു പറഞ്ഞേ സ്നേഹം ഒലിപ്പിച്ചാലും ഇവിടെ ഇങ്ങോട്ട് ഒന്നും പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് അവരൊക്കെ കല്ല് തന്നെയാണ്, ഒരു സംശയമില്ല. അന്നേരം യഥാർത്ഥ പ്രതിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുമിത്രാദികളാണ്. ഇത് കേട്ടിട്ട് ഇനി നിങ്ങളുടെ ബന്ധുമിത്രാദികളെല്ലാം ഞാൻ തല്ലാൻ വരുന്നു. പക്ഷെ യാഥാർത്ഥ്യമല്ലേ, ഒരു ഫീലിങ്സോ ഇമോഷൻസോ തിരിച്ചു കാണത്തില്ല. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ ഒരു പ്രതിമ പോലെ തോന്നുമെങ്കിലും പ്രതിമയല്ല. നാഹി പ്രതിമ തുമി സാക്ഷാത് വ്രജേന്ദ്ര നന്ദൻ എന്ന് പറയും ചൈതന്യ ചരിതാമൃതത്തിൽ. അങ്ങ് പ്രതിമയല്ല, അങ്ങ് സാക്ഷാത് വ്രജേന്ദ്ര നന്ദനാണെന്ന് പറയുന്നു. വ്രജത്തിലെ രാജാവിൻ്റെ മകൻ തന്നെയാണ് അങ്ങ്, സാക്ഷാൽ കൃഷ്ണനാണ് അങ്ങ് എന്നാണ് വിഗ്രഹത്തെ കുറിച്ച് ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നു. അങ്ങ് പ്രതിമയല്ല, സാക്ഷാൽ കൃഷ്ണൻ തന്നെയാണ് എന്ന്. അത് യാഥാർത്ഥ്യമാണ്. നമുക്ക് നല്ലപോലെ അറിയാം കൃഷ്ണൻ തിരിച്ചൊന്നും പറയത്തില്ല, തിരിച്ചും ഒരു മറുപടിയും പറയത്തില്ല. പക്ഷെ നമ്മളിങ്ങനെ നമ്മുടെ പരാതിയും വിഷമമൊക്കെ കൃഷ്ണൻ്റെ മുമ്പിൽ, ഭഗവാന്റെ ചിത്രത്തിൻ്റെ മുമ്പിൽ, ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ അങ്ങനെ നമ്മൾ ഭഗവാന്റെ അടുത്ത് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ? തിരിച്ചൊരു മറുപടിയും കിട്ടത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഒരാൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഭഗവാൻ ഒന്നും മറുപടി പറയുന്നില്ലെങ്കിലും ഭഗവാന്റെ ആ മന്ദഹാസത്തിൽ എല്ലാത്തിനും ഉത്തരവുണ്ട്. ഭഗവാൻ നേരിട്ട് വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ കോമഡി. വ്യക്തി രൂപത്തിൽ നമ്മുടെ മുന്നിൽ വരുമ്പോഴും ഭഗവാൻ അധികം സംസാരിക്കാറില്ല. എല്ലാം ശ്രദ്ധിച്ചു കേൾക്കും, എന്നിട്ടൊരു ചിരി അങ്ങോട്ട് ചിരിക്കും. ആ ചിരിയിൽ എല്ലാ ചോദ്യത്തിനും ഉത്തരം കാണുന്നില്ല. ആ ചിരി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാൻ തോന്നത്തില്ല. നിങ്ങൾ ഭാഗവതം എടുത്തു നോക്കൂ, ഭഗവത്ഗീത എടുത്തു നോക്കൂ. അർജുൻ പറയുന്നു, ഭഗവാനെ എൻ്റെ കൈ വിറയ്ക്കുന്നു, ഗാണ്ഡീവൻ ദാ വീഴുന്നു, ദേഹമാസകലം ചൊട്ടു പൊള്ളുന്നു, എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ, ഞാൻ ഇതാ വിട്ടിട്ട് പോകുന്നു പറയുമ്പോൾ കൃഷ്ണൻ ചിരിക്കുകയാണ്. ഭഗവത്ഗീത തുടങ്ങുന്ന തന്നെ ചിരിയിലൂടെ. ഭഗവാൻ പറയും, എന്താണ് ഇത് വാട്ട് ഹാപ്പൻ ടു യു, വാട്ട്സ് റോങ് വിത്ത് യു എന്നാണ് ഭഗവത്ഗീത തുടങ്ങുന്നത്. അന്നേരം എന്തൊക്കെ പറഞ്ഞാലും ഭഗവാൻ മുന്നിൽ നിൽക്കുമ്പോൾ ഭഗവാൻ എന്തു പറയുന്നേ, ഭഗവാൻ നേരിട്ട് വരുമ്പോഴും ഭഗവാൻ ഒന്നും പറയാറില്ല. കുന്തി ദേവി ഇത്രയും മനോഹരമായിട്ടുള്ള സ്തുതികളൊക്കെ സ്തുതിച്ചു. അങ്ങ് എല്ലാത്തിൻ്റെയും അകത്തും പുറത്തും നിൽക്കുന്ന ഭഗവാനാണ്, അഖിലകോടി ബ്രഹ്മാണ്ഡ നായകനാണ്, എൻ്റെ എല്ലാമാണെന്നൊക്കെ പറഞ്ഞ് നമോ പങ്കജനാഭായ പങ്കജനേത്രായ പങ്കജമാലിനെ പങ്കജാംഗ്രീനെ എന്നൊക്കെ പറഞ്ഞിട്ടും ഭഗവാൻ ഇത്രയൊക്കെ കേട്ടിട്ടും ഒരു ചിരിയിലങ്ങ് ഒതുക്കിയെന്നുള്ളതാണ്. അന്നേരം ഭഗവാന്റെ ആ ഒരു മന്ദഹാസം, അതേപോലെ ചിരിക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയും. ഹസിതം മധുരം മധുരാധിപതേ അഖിലം മധുരം. അന്നേരം ഭഗവാന്റെ ആ ചിരിയും ഒരു മാധുര്യം ഉണ്ടെന്നുള്ളതാണ്. അന്നേരം അതേ ചിരി തന്നെ നമ്മുടെ വിഗ്രഹത്തിൽ നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ അദ്ദേഹത്തെ ഒരു പ്രതിമയായിട്ട് കാണാതെ സാക്ഷാൽ ഭഗവാനാണെന്ന ഭാവത്തോടു കൂടി എന്നും നിവേദ്യം സമർപ്പിക്കുകയും പുഷ്പമാല ധരിക്കുകയും അദ്ദേഹത്തിനോട് എന്തും സംസാരിക്കുമ്പോൾ പിന്നെ ആൾ അതിൽ നിന്നും തിരിച്ച് മറുപടി നൽകി തുടങ്ങും. എന്നാൽ യഥാർത്ഥ പ്രതിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല രീതിയിലും സ്നേഹിച്ചിട്ടും സംസാരിച്ചിട്ടും തിരിച്ചൊരു ഫീലിങ്സും ഇമോഷൻസും ഇല്ലാത്ത ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളുമാണ് യഥാർത്ഥ പ്രതിമകൾ. കേൾക്കാൻ താല്പര്യമില്ല, നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാൻ അവർക്ക് താല്പര്യമില്ല. നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് കാണാനും കഴിയുന്നില്ല. നമ്മളെ സ്നേഹിക്കാൻ അവരുടെ ഉള്ളിൽ ഒരു ഹൃദയവും ഇല്ല. പക്ഷെ ഭഗവാൻ പ്രതിമയായിട്ട് നമ്മുടെ ബന്ധുമിത്രാദികൾ കാണുന്നുണ്ടായിരിക്കും. പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല. നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ചെവിയുണ്ട്. വിഗ്രഹത്തിൻ്റെ ചെവിയിലൂടെ ഭഗവാൻ എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. അത് പറയുന്നതും തെറ്റായിരിക്കും. കാരണം വിഗ്രഹത്തിൻ്റെ ചെവി ഭഗവാന്റെ ചെവി തന്നെയാണ്. ആ വിഗ്രഹം എന്ന് പറയുന്നത് സാക്ഷാൽ കൃഷ്ണനാണ്. അതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്? ഭക്തിഭാവം. ഭഗവാന്റെ സേവനം ചെയ്ത് യഥാർത്ഥ ഭക്തിഭാവത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ഭഗവാനുമായിട്ടൊരു അടുപ്പം വളരെ ഡീപ്പായിട്ടുണ്ടാകും. അന്നേരം വിഗ്രഹം എന്ന് പറയുന്നത് ഭഗവാന്റെ വലിയൊരു കാരുണ്യമാണ്. നാമജപം, ഭാഗവതം, വിഗ്രഹം, ഭക്തി, ഇതാണ് നമ്മളെ ഈ ലോകത്തിൽ
ജീവിക്കാൻ ഒരു പ്രേരണ എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. അല്ലാതെ ഈ ലോകത്തിൽ എന്താണുള്ളത്? എത്ര കാശ് കിട്ടിയാലും നമുക്കൊരു സന്തോഷം കിട്ടുമോ? ഒരിക്കലുമില്ല. ജീവിക്കാനുള്ള ഒരു ടൂൾ എന്നാണ് കാശ്. പക്ഷെ എത്ര കാശ് കിട്ടിയാലും നമുക്ക് തൃപ്തി വരത്തില്ല. ആ കാശ് വെച്ച് എന്തൊക്കെ മേടിച്ചാലും, ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ മേടിച്ചാലും അവിടെ എന്ത് ചെയ്യാനാണ്? വേറൊരു കാര്യം പറയാൻ വന്നത്, അത് പോട്ടെ. രാവിലെ നമ്മൾ എന്ത് കാര്യത്തിനാ പോകുന്നത്? അതിനു വേണ്ടി അല്ലല്ലോ ഏക്കർ കണക്കിന് മണ്ണൊക്കെ. അതിനു വേണ്ടിയുള്ളല്ലോ പറമ്പ്. ഇത്ര ഏക്കർ, അതിനും നമുക്ക് കുറച്ച് സ്ഥലം മതി. അന്നേരം ഇത്ര ഏക്കർ കണക്കിന് മണ്ണ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ? ഒരു ഉപയോഗവും ഇല്ല. അന്നേരം യഥാർത്ഥത്തിൽ ഇതൊക്കെ ഭഗവാന് വേണ്ടി ആകുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉപയോഗമുണ്ട്. അല്ലാതെ ഇതൊക്കെ വെച്ചിട്ട് ഒരു പ്രയോജനമില്ല. അന്നേരം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഭഗവാനോടുള്ള ഒരു ഭക്തിഭാവം. എന്നാൽ ഉദ്ധവർ പറയുകയാണ്, ഈ 14 ലോകങ്ങളും ശൂന്യമായി. ഏറ്റവും വലിയ ശൂന്യത നമ്മുടെ യദുകുലത്തിൽ തന്നെയാണ്. ഏറ്റവും വലിയ നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ യദുക്കൾ തന്നെയാണ്. എന്തുകൊണ്ട്? സാക്ഷാൽ ഭഗവാനെ അവർ തിരിച്ചറിഞ്ഞില്ലല്ലോ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല? യോഗമായയുടെ പ്രഭാവത്താൽ. മായാദേവിക്ക് 2 രൂപമുണ്ട്, യോഗമായ, മഹാമായ. നമ്മുടെ ഉള്ളിലെ ആഗ്രഹത്തിനനുസരിച്ചിരിക്കും. നമുക്ക് ആസ്വാദന മനോഭാവമാണ് നമ്മുടെ ഹൃദയത്തിൽ ഉള്ളത് എങ്കിൽ മായ ഉടൻ തന്നെ എന്താവും? മഹാമായായിട്ട് പ്രവർത്തിക്കും. മഹാമായായിട്ട് പ്രവർത്തിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ഭൗതിക ആസ്വാദനത്തിനുള്ള വഴിയും ബുദ്ധിയും പറഞ്ഞു നൽകി അവസാനം നമ്മളെ ക്ലേശത്തിലേക്ക് കൊണ്ട് തള്ളും. മനസ്സിലായില്ലേ? വളരെ സിമ്പിൾ ഒരു ഉദാഹരണമാണ്. ഇപ്പോൾ ഒരു കള്ളുകുടിയന് അറിയാം കള്ള് കുടിച്ചാൽ ലിവറിന് പ്രശ്നമായിരിക്കും, സ്മോക്കിംഗ് ചെയ്തു കഴിഞ്ഞാൽ അതും ലങ്സിനൊക്കെ പ്രശ്നമാകും എന്നും അറിയാം. പക്ഷേ ഇങ്ങനെ അഡിക്റ്റഡ് ആയിട്ട് ഇങ്ങനെ അതിലോട്ടങ്ങ് പോകും. അവസാനം ജീവിതം കട്ടപ്പുകയാകുന്നത് വരെ സ്മോക്കിംഗ് വിടത്തില്ല, കള്ളുകുടിയും വിടത്തില്ലെന്നുള്ളത്. ഇതേപോലെയാണ് മായാദേവി നമ്മളെ ഇങ്ങനെ പിടിച്ചു. അതായത് ഈ സ്മോക്കിങ്ങും കള്ളുകുടിയും അതും മായാദേവിയുടെ ഉപകരണങ്ങളാണ്. പ്രത്യേകിച്ച് കലിയുടെ ലഹരി. അന്നേരം അവിഹിത ബന്ധം, മത്സ്യമാംസാദികൾ, ലഹരി, ചൂതുകളി, ഇതെല്ലാം നമ്മളെ മായാ പ്രലോഭനങ്ങളാണ്. ഇത് നമ്മളെ ആത്മാവിൻ്റെ പതനത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ശരീരം തുണ്ടമായാലും ആ ഭൗതിക ആസ്വാദനത്തിനുള്ള താല്പര്യം കുറയത്തില്ലെന്നുള്ളത്. എത്രത്തോളം ആസ്വദിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നോ അത്രയും ഈ ആസ്വാദന മനോഭാവം ആളിക്കത്തിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി ഈ ത്വരകളെ നിയന്ത്രിച്ച് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുത്തുക. കണ്ണുകളെ ആസ്വാദന വിഷയത്തെ കാണുന്നതിന് പകരം ഭഗവാന്റെ സുന്ദര രൂപത്തെ കാണാൻ പഠിക്കുക. ചെവി വെച്ച് നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കേൾക്കാതെ, നമ്മുടെ സ്തുതികൾ കേൾക്കാതെ ഭഗവാനെക്കുറിച്ചും ഭക്തരെക്കുറിച്ചുള്ള സ്തുതികൾ കേൾക്കുക, നാമം കേൾക്കുക, ഭഗവാന്റെ തിരുനാമം കേൾക്കുക. നാവ് കൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന കാര്യങ്ങൾ പറയാതെ ഭഗവാന്റെ നാമം ജപിക്കുക. നാവ് കൊണ്ട്, മനസ്സുകൊണ്ട് കൂടുതൽ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാൻ പഠിക്കുക. നാവ് കൊണ്ട് നമ്മുടെ ശരീരത്തെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള ഭക്ഷണം കഴിക്കാതെ. ഇന്നത്തെ കാലത്ത് മത്സ്യമാംസാദികൾ വളരെ കോമൺ ആയിട്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് മുക്കിന് ആശുപത്രികൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. രോഗം കുറയുന്നില്ല, പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. പലതരത്തിലുള്ള ക്യാൻസർ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ക്യാൻസർ രോഗത്തിൻ്റെ പ്രധാന കാരണം മത്സ്യമാംസാദികളാണ്. ഒന്ന്, ആ ഒരു മിണ്ടാപ്രാണിയെ കൊന്നതിൻ്റെ പാവം, അത് അനുഭവിച്ച വേദന നമ്മളും അനുഭവിക്കേണ്ടി വരും. നമ്മുടെ നാവിൻ്റെ രുചിക്ക് വേണ്ടി മറ്റൊരു മിണ്ടാപ്രാണിയെ ദ്രോഹിച്ചു, അത് ഒരു ദിവസം, ഒരു പ്രാവശ്യം.
ഒരു ദിവസം തന്നെ നമ്മൾ എത്ര മിണ്ടാപ്രാണികളെയാണ് കൊന്നു തിന്നുന്നത്? നമ്മൾ ഭക്തരല്ല, പക്ഷെ പൊതുവെ പുറത്തുള്ളവർ. ആർത്തിയും ആക്രാന്തം തീരുന്നില്ല. അങ്ങനെ ഓരോ ദിവസവും ഒന്ന് എണ്ണി നോക്കൂ. അങ്ങനെ ഒരു വർഷം, ഓരോ വർഷം കഴിയുന്തോറും എത്ര ജീവാത്മാക്കളെയാണ് നമ്മൾ കൊന്നു തിന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ഒരു വ്യക്തി, അതേപോലെ ഈ ഓരോ മിണ്ടാപ്രാണികളും ഓരോരോ വ്യക്തികളാണ്. അവരെയാണ് നമ്മൾ കൊന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഒരു മീൻ അത്രയേ ഉള്ളൂ, പക്ഷേ ഒരു കൂട്ടം മീനാകുമ്പോൾ എത്ര പേരെയാണ് നമ്മൾ കൊല്ലുന്നതെന്നറിയോ? എന്നാൽ ഇതെല്ലാം പാപമാണ്. ഒന്ന്, അവരെ കൊന്നതിൻ്റെ പാപം. ഇനി അടുത്തത്, ആ ഭക്ഷണം നമുക്കൊരിക്കലും ദഹിക്കത്തില്ല. നമ്മുടെ ശരീരം അതിനു വേണ്ടി റെഡിയാക്കിയിട്ടുള്ളതല്ല. എന്നാൽ അത് അകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ അത് ദഹിക്കാതെ അവിടെ തന്നെ കിടന്ന് അത് ഫാറ്റായി, ടോക്സിൻസ് ആയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ കിഡ്നിയെയും ലിവറിനെയും എല്ലാം അടിച്ചു കൊല്ലും എന്നുള്ളതാണ്. ഫിൽട്ടറിങ് പ്രോസസ്സ് നടക്കത്തില്ല. എന്നിട്ട് വീണ്ടും നമ്മളിത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഓരോരോ അവയവങ്ങൾ ഇങ്ങനെ തകർന്നുകൊണ്ടേയിരിക്കും. കിഡ്നിയും ലിവറും ഹാർട്ടും എല്ലാം ഇങ്ങനെ പ്രശ്നത്തിലാണ്. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു ജീവിതമാണ് നോക്കണേ നമ്മുടെ ഇന്നത്തെ ആൾക്കാർ. അവരുടെ നന്മ പോലും, അവരേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അവരുടെ ശരീരം, ഭഗവാനോട് സ്നേഹമോ ഭക്തിയോ ഇല്ലേന്ന് ഓക്കെ, കുഴപ്പമില്ല. അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം, ഏത് മതം, ഏത് ജാതി, അതൊന്നും ഒരു വിഷയമേ അല്ല. അവർക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിലും ജീവിക്കാം. പക്ഷെ കുറഞ്ഞ പക്ഷം വെജിറ്റേറിയൻ ഫുഡ് ആകുമ്പോൾ അവരുടെ ശരീരമെങ്കിലും ആരോഗ്യപരമായിട്ടിരിക്കും. അതുപോലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഇല്ലാത്ത മന്ദബുദ്ധികളാണ് ഇന്ന് ജീവിക്കുന്ന വ്യക്തികൾ. എന്നിട്ട് നമ്മൾ എന്ത് തിന്നുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ സ്വഭാവം. വി ആർ വാട്ട് വി ഈറ്റ് എന്ന് പറയുന്നു. നമ്മൾ എന്താണോ കഴിക്കുന്നത് നമ്മൾ അതായിട്ട് മാറും. അന്നേരം നമ്മൾ ഒരു വൃക്ഷലതാദികളുടെ ഇടയിൽ പോകുമ്പോൾ എത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്, സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. നമുക്ക് വേണ്ടത് ആ മനോഹരമായിട്ടുള്ള ആ ഒരു പവർഫുൾ ഓക്സിജൻ നമുക്ക് ലഭിക്കും, നല്ലൊരു ഫ്രഷ് എയർ ലഭിക്കും. പക്ഷെ മൃഗങ്ങളെ ദ്രോഹിച്ച് കൊന്ന് തിന്നുമ്പോൾ അവരുടെ വേദന, വിഷമം, അതൊക്കെ അവരുടെ സെല്ലുകളിൽ ഒരു പ്രത്യേകതരം കെമിക്കൽസ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് നമ്മുടെ ബോഡിയിൽ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളെ കൊല്ലുന്ന സമയത്ത് ഒരു പ്രത്യേക രീതിയിൽ നമ്മുടെ ബോഡി ചേഞ്ച് ആവും. അതേപോലെ മൃഗങ്ങളുടെ ഉള്ളിലും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പല കെമിക്കൽസും ക്രിയേറ്റ് ആവും. അത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. ഇതൊന്നും ആരും പഠിപ്പിക്കാറില്ല, പ്രത്യേകിച്ച് ഡോക്ടർമാർ. അവർക്ക് അവരുടെ ബിസിനസ് നടന്നു പോകണമല്ലോ. ബിസിനസ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ ഇൻഡസ്ട്രിയാണ് ഇന്ന് ഏറ്റവും വലിയ ഫ്ലറിഷിങ് ബിസിനസ് മേഖല. ഇന്നത്തെ മിക്ക ഹോസ്പിറ്റലുകളും ഭരിക്കുന്നത് MBA ഗ്രാജുവേറ്റ്സ് ആണ്. അവരുടെ ലക്ഷ്യം എങ്ങനെ ഹോസ്പിറ്റലിൽ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നാണ്. ഇനി അബദ്ധവശാൽ ഏതെങ്കിലും പാരമ്പര്യ ചികിത്സയുള്ള ആയുർവേദ രീതിയിൽ ആരെങ്കിലും പൊങ്ങി വരുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വ്യാജെന്ന് മുദ്ര കുത്തി അവരെ എല്ലാം അടിച്ചമർത്തും. എങ്ങനെയെങ്കിലും അവരെ നിർത്താൻ ശ്രമിക്കും. അവർക്ക് ലൈസൻസ് ഇല്ല, ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതിലും തട്ടിപ്പ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും അഥവാ ആധികാരികമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിലും അവരെ, കാരണം വലിയൊരു ഇൻഡസ്ട്രി അല്ലേ സ്റ്റോപ്പ് ആവുന്നു. ഒന്ന് ആലോചിച്ചോ. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അന്നേരം ഇതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടാൻ നോക്കുക. അന്നേരം ഇതിനൊക്കെ അപ്പുറത്താണ് യഥാർത്ഥ പരിശുദ്ധ ഭക്തി എന്ന് നമ്മൾ മനസ്സിലാക്കുക. 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഇംഗിതാജ്ഞാ പുരുപ്രൗഢ ഏകാരാമശ്ച സാത്വതാം ഋഷഭം സർവേ ഭൂതാവാസം അമം സദാ. യദുക്കളെല്ലാം വളരെ പരിചയ സമ്പന്നരായിട്ടുള്ള ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികളായിരുന്നു എന്ന് ഉദ്ധവർ പറയുന്നു. അവർ എല്ലാ കാര്യത്തിലും മിടുക്കനായിരുന്നു, പണ്ഡിതന്മാരായിരുന്നു. അവർക്ക് ഒരു വ്യക്തിയുടെ സൈക്കോളജി അതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഭഗവാന്റെ കൂട്ടത്തിൽ എപ്പോഴും ഭഗവാൻ വിഹരിക്കാൻ പോകുന്ന സമയത്ത്, കറങ്ങാനൊക്കെ പോകുമ്പോൾ എപ്പോഴും യദുക്കളും കൂട്ടത്തിൽ കാണും. കളിക്കാൻ പോകും, ഭഗവാൻ ഇടയ്ക്ക് കളിക്കും. അന്നേരം ആ സമയത്തൊക്കെ
യദുക്കളെല്ലാം ഭഗവാന്റെ കൂട്ടത്തിൽ കളിക്കാനൊക്കെ പോവും. പക്ഷെ എന്നാലും അവർ ഭഗവാന്റെ കൂട്ടത്തിലൊക്കെ കളിക്കുമെങ്കിലും അവർക്ക് കുറച്ചറിയാം ഇത് സാധാരണ വ്യക്തിയല്ല, സർവ്വചരാചരങ്ങളിലും ഇരിക്കുന്ന ഭഗവാനാണെന്നൊക്കെ അറിയാം. പക്ഷേ അവർ ഭഗവാനുമായിട്ട് ഇടപെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ അതിലോട്ട് കൂടുതൽ ചിന്തിക്കാറില്ല. ദേവസ്യമായ സ്പൃഷ്ട യേ ച അന്യത് അസദാശ്രിത ഭ്രാമ്യതേ ധീർണ തദ്വാക്യർ ആത്മനി ഉപതാത്മനോഹരോ. അന്നേരം ഇവിടെ പറയുന്നു, ആരാണോ ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിച്ച് ജീവിക്കുന്നത് ആ വ്യക്തി ഒരിക്കലും ഭഗവാന്റെ മായാദേവിയാൽ പ്രലോഭിതനാകത്തില്ല എന്ന് പറയുന്നു. ഒരു സാഹചര്യത്തിലും. അന്നേരം മായാദേവിയുടെ അധീനതയിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ വാക്കുകൾ കേട്ട് ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തി ഒരിക്കലും ആ വാക്കുകളിൽ പ്രലോഭിതനാകത്തില്ല എന്നാണ് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് വാക്കാണ്. നമ്മുടെ ജീവിതത്തിലും നമുക്കൊരിക്കലും തെറ്റ് പറ്റാൻ പാടില്ല. മായാ പ്രലോഭനങ്ങളിൽ വീണു പോകരുത്. അഥവാ നമ്മൾ വീഴുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഭക്തി സ്ട്രോങ് അല്ല. മായാദേവി വളരെ ശക്തയാണ്, പക്ഷെ നമ്മുടെ ഭക്തി അതീന്നും ഉറച്ച ഭക്തിയായിരിക്കണം, ഉറച്ച തീരുമാനമായിരിക്കണം. പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിക്കണം. നമ്മുടെ കഴിവ് കൊണ്ട് നമുക്കൊരിക്കലും മായാദേവിയെ അതിജീവിക്കാൻ കഴിയില്ല. പക്ഷെ ഭഗവാന്റെ ശക്തിയാണ് മായാദേവി. നമ്മൾ ഭഗവാനെ ആശ്രയിച്ചിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മായയിൽപ്പെട്ടു പോകത്തില്ല. അതിന് ആചാര്യന്മാർ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അതായത് ഒരു യജമാനൻ്റെ വീട്ടിൽ നമ്മൾ പോകുമ്പോൾ ആ യജമാനൻ്റെ വീട്ടിൽ ആ യജമാനൻ ഭയങ്കര കോടീശ്വരൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോടീശ്വരൻ. അന്നേരം ആ യജമാനൻ്റെ വീട്ടിൽ എപ്പോഴും സുരക്ഷയ്ക്ക് വേണ്ടി ഒരു വളർത്തുനായ കാണും. ആ വളർത്തുനായ വളരെ ഡേഞ്ചറസ് ആയിരിക്കും. പൊതുവേ നമ്മൾ ഏതെങ്കിലും വീട്ടിൽ പോകുമ്പോൾ അവിടെ ഗേറ്റിൽ എഴുതി വെക്കാറുണ്ട് അല്ലേ, ബിവെയർ ഡോഗ് ഇൻസൈഡ്, അങ്ങനെ എന്തോ എഴുതി വെക്കത്തില്ലേ, ഒരു അകത്ത് പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്നൊക്കെ പറയും. അതേപോലെ ഭഗവാന്റെ ശക്തിയാണ് മായാദേവി. ഒരു വളർത്തുനായ്ക്ക് ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് ആരോടായിരിക്കും? ആ യജമാനോടായിരിക്കും. അങ്ങനെ ഏതോ ഒരു നായ ഉണ്ടല്ലേ, ഏതൊരു നായ, എന്തോ എൻ്റെ പേര് ബുൾഡോഗ്, ഏതോ ഒരു അത് എന്തോ പറയുന്ന ആ നായയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ നായ ഒരാൾ പറയുന്നത് മാത്രമേ കേൾക്കൂ. എന്തോ എൻ്റെ പേര് ഞാൻ മറന്നുപോയി, എന്തോ അറിയാം, ഓർമ്മ എന്തോ അറിയത്തില്ലല്ലേ, ഏതോ ഒരു പട്ടിയുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആര്, ആ വീട്ടിൽ പോലും വേറെ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. അന്നേരം ആ ഒരേ വ്യക്തി തന്നെ ആ പട്ടിക്ക് എപ്പോഴും ഭക്ഷണം കൊടുക്കണം, പട്ടിയുടെ പുറകെ നടക്കണം. അഥവാ ആ യജമാനൻ ഇല്ലെങ്കിൽ ആ പട്ടി ആര് ഭക്ഷണം കൊടുത്താലും എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്നൊന്നും പറയാൻ കഴിയില്ല. ചിലപ്പോൾ ആ വ്യക്തിയെ തന്നെ കടിക്കും. റോഡ് വീലർ, അത് തന്നെ സാധനം, അത് തന്നെ. അങ്ങനെ ഒരു പട്ടി എൻ്റെ അച്ഛൻ്റെ ബോസിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അച്ഛൻ വർക്ക് ചെയ്യുന്ന അവിടെ എന്തോ സംഭവിച്ച് അവിടെ ഈ റോഡ് വീലർ സാധനമായിരുന്നു. അതിൻ്റെ ഓണർ വേറെ എങ്ങോട്ടോ പോയി, കൊച്ചു കുട്ടിയായിരുന്നു, തോട കടിച്ച് പറിച്ചെന്നുള്ളതാണ്. മാംസം ഇങ്ങനെ ഊരി വന്നു. അതോടുകൂടി ആ സാധനത്തിനെ അവിടെ ഒന്നാലോചിച്ചു. അതൊരു ഏകദേശം അതേപോലെയാണ് മായാദേവി. മായാദേവി ആര് പറഞ്ഞാലും കേൾക്കത്തില്ല, ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞാൽ മാത്രമേ കേൾക്കൂ. അതാണ് പോയിന്റ് ടു ബി നോട്ടഡ്. അതുകൊണ്ട് എത്ര വലിയ സ്വാമിയാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, കൃഷ്ണഭക്തി ഇല്ലേ കാര്യം പോക്കാണ്. നമ്മൾ ടി വിയിലും ന്യൂസിലും ഒക്കെ പല ഫ്രോഡ് സ്വാമിമാരെ കുറിച്ച് കേൾക്കും. എന്തുകൊണ്ടാണ് അവർ ഇത് വീണു പോകുന്നത്?
അവരെല്ലാ ഭയങ്കര പ്രശസ്തിയിലും പേരിലും പ്രശസ്തിയിലും ഒക്കെ ഉയർന്നു വരും. പക്ഷെ ഭഗവാനോട് ഭക്തിയില്ല. ഭഗവാനോട് ഭക്തി ഇല്ലെങ്കിൽ പിന്നെ തീർന്നു. സ്വാമിജിയുടെ വിക്കറ്റ് എപ്പം വേണമെങ്കിലും വീഴാം, ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഭഗവാനെ ആശ്രയിച്ചിരിക്കുകയാണോ, ഭഗവാൻ രക്ഷിക്കും. അവരൊരിക്കലും മായയുടെ പ്രലോഭനത്തിൽ വീഴത്തില്ല. പക്ഷേ ഭഗവാനോട് ഭക്തി ഇല്ല. ഭഗവാനോട് ഭക്തി ഉണ്ടതിൻ്റെ തെളിവെന്താണ്? നാമം ജപിക്കണം. ഭഗവാന്റെ നാമം ജപിക്കണം. ഭഗവാന്റെ നാമം ജപിക്കുന്നുണ്ടെങ്കിൽ സുരക്ഷിതനാണ്. നാമം ജപിക്കുന്നില്ലെങ്കിൽ എപ്പം വേണമെങ്കിലും വിക്കറ്റ് തെറിക്കാം, ഒന്നും പറയാൻ പറ്റത്തില്ല. മായാദേവി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ, വളരെ ശക്തനായിട്ടുള്ള ഒരു റോഡ് വീലർ എന്താണെന്ന് അറിയത്തില്ല, റോഡ് വീലർ എന്തോന്നാവട്ടെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ സാധനത്തിന്. അന്നേരം നമ്മൾ അങ്ങോട്ട് അകത്തോട്ട് കയറുക, അകത്ത് ആ സാധനം ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അന്നേരം എങ്ങനെയായിരിക്കും സ്ഥിതി? എന്നിട്ട് അകത്ത് ഓണർ വാതിലൊക്കെ എനിക്കൊരിക്കലും അങ്ങനെ സംഭവിച്ചു. ഞാനും വേറൊരു ബ്രഹ്മചാരിയും ട്രിവാൻഡ്രത്തായിരുന്നപ്പോഴാണ് ബുക്ക് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി പോയത്. അന്നേരം പൊതുവെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഗേറ്റിൽ എഴുതി വെക്കും. അന്നേരം നമ്മൾ വിചാരിച്ചു ഒന്നുമില്ല, കുഴപ്പമില്ലെന്ന് പറഞ്ഞ് നേരെ ഗേറ്റും തുറന്ന് അകത്തോട്ട് കയറി. അകത്തോട്ട് കയറിയപ്പോൾ ഒരു സാധനം പറഞ്ഞിട്ട് ഒന്നര അമ്മ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ഓടിയിട്ടില്ല. ഓടി ഗേറ്റൊക്കെ മറിച്ചിട്ട് അങ്ങോട്ട് ചാടി ഗേറ്റ് പൂട്ടിയിട്ട്. അന്നേരം അതേപോലെയാണ്. അല്ല, ഏറ്റവും വലിയ കോമഡി അത് അടുത്തോട്ട് വന്നു. എൻ്റെ കയ്യിൽ ഭഗവത് വെച്ചോ തലയ്ക്കൊരടി. നമ്മുടെ ഭഗവത്ഗീത യഥാരൂപം ഉണ്ടായിരുന്നല്ലോ, അതായിരുന്നു. ഇപ്പോഴാണെങ്കിൽ സന്യാസം ദണ്ഡെങ്കിലും ഉണ്ട്, അന്ന് ഭഗവത്ഗീത ആയിരുന്നെങ്കിൽ അത് വെച്ച് തലയ്ക്കൊരെണ്ണം കൊടുത്തു. എന്നിട്ട് ഒറ്റ പിന്നെ ഒന്നും പറയണ്ട. അങ്ങനെ 2-3 സ്ഥലത്തുണ്ടായി. അതിന് ഒരു മാതായി ചോദിച്ചു, എങ്ങനെയാണ് ഇങ്ങനെ ഉദാഹരണം പറയുന്നത്? ഇത് സ്വന്തം അനുഭവം. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കൂ, റോഡ് വീലർ പോലെയുള്ള അങ്ങനെ ഭയാനകമായിട്ടുള്ള ഭീകര പട്ടിയാണെങ്കിൽ നമ്മുടെ ഗേറ്റ് തുറന്ന് അകത്തോട്ട് കയറും. പക്ഷെ അവിടെ ഇങ്ങനെ പമ്മി ഇരിക്കുകയാണ് ആള്. ഭോഗവാഞ്ച ഘരെ മായ ജപട്ടി. അന്നേരം മായാദേവി ഇങ്ങനെ പമ്മി ഇരിക്കുകയാണ്. ഒരു മാതാജി പറയുന്നത് പട്ടി അടുത്ത ജന്മം തന്നെ. അത് ഭഗവത്ഗീത വെച്ച അടി കിട്ടി. അന്നേരം ആ വീട് ആരുടെയാണ്? യഥാർത്ഥത്തിൽ യജമാനൻ്റെ വീടാണ്, അല്ലേ? അവിടെയുള്ള എല്ലാ വസ്തുവകകളും ആരുടെയാണ്? യജമാനൻ്റെ സന്തോഷത്തിന് വേണ്ടിയുള്ളതാണ്. അന്നേരം നമ്മൾ കയറുമ്പോൾ പട്ടിയുടെ വിചാരം ഇതേതോ കള്ളനാണ്, എൻ്റെ യജമാനൻ്റെ കാര്യം മോഷ്ടിക്കാൻ വരികയാണ്. അത് തന്നെയാണ് മായാദേവി ശ്രദ്ധിക്കുന്നത്. മനസ്സിലായില്ലേ? സെയിം ആണ്. അന്നേരം മായാദേവി ഇങ്ങനെ നോക്കും, അല്ലേ? മായാദേവി എങ്ങനെയാണോ നമ്മൾ അനധികൃതമായിട്ടൊരു വീട്ടിൽ കയറുമ്പോൾ ആ പട്ടി നമ്മളെ എങ്ങനെയാണ് നോക്കുന്നത്, അടിമുടി നോക്കും. ഇനി നമ്മൾ ഏത് പ്രത്യേകിച്ച് വേഷം മാറി ചെന്ന് ആദ്യം പിടിക്കും നമ്മളെ. അതുകൊണ്ട് അകത്തൊരാൾ കയറുമ്പോഴേ മായാദേവി നോട്ട് ചെയ്യും, ഇവനെ നോക്കണമല്ലോ, എന്തായിരിക്കും ഇവൻ്റെ ഉദ്ദേശം. അതേപോലെയാണ്. അന്നേരം നമ്മളെ എങ്ങനെയെങ്കിലും അറ്റാക്ക് ചെയ്യാൻ തന്നെ മായാദേവി നോക്കും. പക്ഷേ യജമാനൻ പുറത്ത് വന്നിട്ട് നായെടുത്ത് പറയാം, ഇതെൻ്റെ ആളാണ്, മിണ്ടായിരിക്കും, ടിപ്പു, ടോമി, ഇവിടെ ഇരിക്കും. അന്നേരം പിന്നെ ശാന്തമായിട്ടിരിക്കും. അതേപോലെയാണ് മായാദേവി. അന്നേരം ഭഗവാന്റെ ദേവീയേഷ ഗുണമയി മമമായ ദുരത്യ മാം ഏവ പ്രപദ്യന്തെ മായാം ഏവാം തരന്തിതേ എന്ന് ഭഗവാൻ പറയുന്നു. എൻ്റെ മായാശക്തിയെ അതിജീവിക്കുക എന്നത് അസാധ്യമാണെന്ന് പറയുന്നു ഭഗവാൻ. മമ മായ ദുരത്യ, ഒരിക്കലും തരണം ചെയ്യാൻ കഴിയത്തില്ല, ആർക്കും ഇതിനെ മറികടക്കാൻ കഴിയില്ല.
അത്രയ്ക്ക് കോൺഫിഡൻസ് ആയിട്ടാണ് ഭഗവാൻ പറയുന്നത്. എൻ്റെ സ്വന്തം ആളാണ് മായാദേവി. ഭഗവാന്റെ ശക്തിയല്ലേ. അന്നേരം ആ മായാ പ്രലോഭനങ്ങളെ മറികടക്കാൻ ആർക്കും കഴിയില്ല. സാക്ഷാൽ മഹാദേവന് പോലും. മഹാദേവൻ വിരക്തിയുടെ ഏറ്റവും ഉയർച്ചയിലിരിക്കുകയാണ്. ആർക്കും മറികടക്കാൻ കഴിയില്ല മഹാദേവനെ വിരക്തിയിൽ. ആ മഹാദേവൻ പോലും ഭഗവാന്റെ മോഹിനി രൂപം കണ്ടപ്പോൾ മോഹിതനായിപ്പോയി. അതാണ് നമ്മുടെ മനമോഹൻ. ആരുടെ മനത്തെയും മോഹിപ്പിച്ചു കളയും. അതാണ് മൻമോഹൻ. ഇനി രാധാറാണി എന്താണ്? മൻമോഹന മോഹിനി. അതേ മൻമോഹന്റെ മനസ്സിനെ മോഹിപ്പിക്കും. അന്നേരം ആരാണ് ഏറ്റവും പവർഫുൾ? രാധാറാണി തന്നെ. കൃഷ്ണൻ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരെയും മോഹിപ്പിക്കും. രാധാറാണി കൃഷ്ണനെയും മോഹിപ്പിക്കും. അതാണ് ശ്രീമതി രാധാറാണി. ശ്രീമതി രാധാറാണിക്ക് ജയ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം നമ്മൾ നമ്മുടെ മനസ്സിനെ ഈസി ആയിട്ട് ഭഗവാന്റെ മായാശക്തിക്ക് പ്രലോഭിപ്പിക്കാൻ കഴിയും. കാരണം എന്താ മായാദേവി ചെക്ക് ചെയ്യുന്നത്? ഭഗവാനില്ലാതെ, ഭഗവാന്റെ സാന്നിധ്യമില്ലാതെ, ഭഗവാൻ, നമ്മൾ സ്വയം എന്തെങ്കിലും ഭൗതിക ആസ്വാദനത്തിൽ താല്പര്യമുണ്ടോ എന്നാണ് ഭഗവാൻ നോക്കുന്നത്. അതാണ് മായാദേവി നോക്കുന്നത്. മനസ്സിലായില്ലേ? അതാണ് മായാദേവി നോക്കുന്നത്. അന്നേരം നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഭൗതിക ആഗ്രഹങ്ങളുണ്ടെങ്കിൽ മായാദേവി, മായ ജപട്യാധര ഉടനെ നമ്മളെ അറ്റാക്ക് ചെയ്യും. നമ്മുടെ ഉള്ളിൽ ഭഗവാന്റെ സേവന മനോഭാവമാണ് ഉള്ളത് എങ്കിൽ ഭഗവാൻ കൃഷ്ണന്റെ സംരക്ഷണം എപ്പോഴും നമുക്ക്. പിന്നെ നമുക്ക് മായാദേവിയെ യോഗമായായിട്ട് മാറും. യോഗമായും മഹാമായും ഒരേ ആൾ തന്നെയാണ്. നമ്മുടെ ഭാവം അനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ആസ്വാദന മനോഭാവമാണെങ്കിൽ മുന്നിൽ നിൽക്കുന്നത് മഹാമായായിരിക്കും. നമ്മുടെ ഉള്ളിൽ സേവക മനോഭാവമാണെങ്കിൽ മുന്നിൽ നിൽക്കുന്ന യോഗമായായിരിക്കും. ആ യോഗമായ നമ്മളെ നേരെ ശ്രീമതി രാധാറാണിയുടെയും കൃഷ്ണൻ്റെയും തൃപ്പാദങ്ങൾ നമ്മളെ എത്തിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ആസ്വാദന മനോഭാവം, നിയന്ത്രണ മനോഭാവം ആണെങ്കിൽ പിന്നെന്താകും? നമ്മളെ ഈ ത്രിവിധ ക്ലേശങ്ങൾ നൽകി നമ്മളെ ഇവിടെ തന്നെ കറക്കിക്കൊണ്ടിരിക്കും മായാദേവി. മായാദേവി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് തരുന്ന പോലെയാണ്. ചെക്ക് നൽകിയിട്ട് പറയും 1-ാം തീയതി തന്നെ ക്ലിയർ ആവും. ഒരു മാതാജി പറയുന്നു, ഹരേ കൃഷ്ണ, ഗുരുദേവ് ഓഫീസിൽ ജോലിക്കിടയിൽ നാരായണീയം ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുകയായിരുന്നു. ഇനി ഓഫീസിൽ ഹെഡ്സെറ്റ് ഉപയോഗിക്കരുത് എന്ന് ഓഫീസ് പറഞ്ഞു. ഇത് മായാദേവിയുടെ കളിയാണ്. ഇത് നമ്മുടെ കളിയാണ്. ഓഫീസിൽ നമ്മൾ എന്തിനാണ് പോകുന്നത്? ജോലി ചെയ്യാൻ. അവിടെ ജോലി ചെയ്യുക. നമ്മൾ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ടൈം വയ്ക്കുക. ഓക്കെ. അന്നേരം ജോലി ചെയ്യുന്ന സമയത്ത് ഫോക്കസ് ചെയ്ത് ജോലി ചെയ്യുക. ഉള്ളിൻ്റെ ഉള്ളിൽ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ജോലി ചെയ്യൂ. ശ്രദ്ധിച്ചിരിക്കൂ. ശ്രദ്ധ. കാരണം ഭക്തരാകുമ്പോൾ ജോലിയിൽ അശ്രദ്ധരാകാനും പാടില്ല. ജോലിയിൽ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ മറ്റുള്ളവർക്കൊരു മാതൃകയായിരിക്കണം. നമ്മൾ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഭഗവാന്റെ പാട്ടുകളായിരിക്കും, നാരായണീയമായിരിക്കും. അതുകൊണ്ട് നന്നായി ജോലി ചെയ്യാൻ പറ്റും. പക്ഷെ മറ്റുള്ളവർ ഹെഡ്സെറ്റ് വെച്ചിട്ട് സിനിമാ പാട്ടായിരിക്കും കേൾക്കുന്നത്. അവർ ഹെഡ്സെറ്റ് വെച്ചാൽ എനിക്ക് എന്തുകൊണ്ട് വെച്ചുകൂടാ എന്ന് പറഞ്ഞ് മറ്റുള്ളവർ ഹെഡ്സെറ്റ് വയ്ക്കും. എന്നിട്ട് അത് വെച്ചിട്ട് ചുമ്മാ കേട്ട് അലസരായിട്ട് ജോലിയൊന്നും ചെയ്യാതിരിക്കും, അല്ലേ? അതുകൊണ്ട് കഴിയുന്നതും ഹെഡ്സെറ്റ് ഒന്നും വെക്കേണ്ട. നമ്മൾ ജോലി ചെയ്യൂ, അത്രയേ ഉള്ളൂ. ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിൽ ഭഗവാന്റെ നാമം ജപിച്ച് ജോലിയൊക്കെ ചെയ്യൂ. നമ്മൾ ശ്രദ്ധയോടുകൂടി ജോലി ചെയ്ത് കഴിഞ്ഞാൽ 8 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട ജോലി ചിലപ്പം 4-5 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള സമയത്തും ഇനി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യൂ. ഒരു ജോലിയുടെ സമയത്ത് ജോലി ചെയ്യൂ, ഭക്തിയുടെ സമയത്ത് ഭക്തി ചെയ്യൂ, വീട്ടിലെ കാര്യം നോക്കേണ്ട സമയത്ത് വീട്ടുകാര്യം നോക്കൂ. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സമയം കൊടുക്കും. അതാണ് നല്ലത്. കാരണം 24 മണിക്കൂറും ഭക്തി പരിശീലിക്കാൻ നമ്മൾ അത്രത്തോളം നമ്മൾ ട്രെയിൻഡ് ആയിട്ടില്ല. ക്രമേണ അതിനുവേണ്ടി നമ്മൾ പ്രാപ്തരാക്കണം നമ്മളെ തന്നെ. ഓക്കെ. അതുകൊണ്ട് അത് നല്ല കാര്യമായിട്ട് കാണുക. മായാദേവി എന്ന് പറയുന്നത് ഒരു ഉണ്ണികൃഷ്ണൻ പ്രഭുജി പറഞ്ഞു, ഞാൻ അങ്ങനെ കുറേ സ്റ്റാഫിനെ പഴക്കും. അതെ, അങ്ങനെ ഒക്കെ സംഭവിക്കാറുണ്ട്.
ഒരാൾ പറയുന്നു, രാധാറാണി കൃഷ്ണനെ മോഹിപ്പിച്ചു എന്ന് പറയുമ്പോൾ മഹാദേവന് മാത്രമല്ല വിഷ്ണുവിനോ കൃഷ്ണനോ മായാദേവി മറികടക്കാനോ എന്നല്ലേ പറഞ്ഞു എന്ന് തെറ്റിയോ സ്വാമി? അല്ലല്ല, നല്ലൊരു പോയിൻ്റാണ് അങ്ങ് പറഞ്ഞത്. പക്ഷേ കൃഷ്ണൻ്റെ രൂപമാണ് മോഹിനി രൂപം. ഓക്കെ, ആ മോഹിനി രൂപം മഹാദേവനെ മോഹിപ്പിച്ചു, അതാണ് സംഭവം. പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്നെ അടുത്തൊരു രൂപമാണ് രാധാറാണി. അത് മായയല്ല. മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് ഉണ്ട് എന്ന് തോന്നുന്നു. അന്നേരം രാധാറാണി ഇല്ലാത്തതല്ല, രാധാറാണി ഉണ്ട്. രാധാറാണി മായയല്ല. മനസ്സിലായില്ലേ? അന്നേരം മഹാദേവൻ മോഹിച്ചു പോയത് മായ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് തോന്നുന്നു. അതിലൊരാൾ വീഴുമ്പോൾ ആണ് മായയിൽ പെട്ടുപോയി എന്ന് പറയുന്നത്. പക്ഷെ ഭഗവാനെ ഒരിക്കലും മായയിൽ വീഴ്ത്താൻ കഴിയില്ല. ഭഗവാൻ എപ്പോഴും യാഥാർത്ഥ്യത്തിലാണ് ഇരിക്കുന്നത്. അന്നേരം ഗോപികമാരും ശ്രീമതി രാധാറാണിയും ഭഗവാന്റെ നിത്യ പാർഷദരാണ്. അതുകൊണ്ട് അത് മായയല്ല. മനസ്സിലായില്ലേ? അത് യാഥാർത്ഥ്യമാണ്. നല്ലൊരു ചോദ്യമാണ്. ശ്രദ്ധിച്ച് സത്സംഗം കേൾക്കുന്നുണ്ട്, അതിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് അത് മായയിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഞാൻ നേരത്തെ എന്തോ ഒരു കാര്യം പറഞ്ഞു വന്നു. എന്തുവായിരുന്നു അത്? വിട്ടുപോയി. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രവചനം. നമുക്ക് ഭക്തി നൽകുന്നത് മായാദേവിയുടെ മായയാണോ സ്വാമി? അല്ലല്ലല്ല. മായാദേവിയെ നിയന്ത്രിക്കുന്ന ആരാണ്? ഭഗവാൻ കൃഷ്ണൻ. മായാദേവി നമ്മളെ പരീക്ഷിക്കുകയാണ്. എന്താണ് മായാദേവി പരീക്ഷിക്കുന്നത്? മായാദേവി നമ്മളെ പരീക്ഷിക്കുന്നത് നമ്മുടെ ഉള്ളിൽ എത്രത്തോളം ഭക്തിയുണ്ട് എന്നാണ് മായാദേവി. നമ്മുടെ ഉള്ളിൽ ഭക്തി ഒറിജിനൽ ആണെങ്കിൽ നമ്മൾ നേരെ ഭഗവാന്റെ അടുത്തേക്ക് എത്തും. നമ്മുടെ ഉള്ളിൽ ഭൗതിക ആസ്വാദനത്തിനുള്ള താല്പര്യമാണെങ്കിൽ പിന്നെ എന്തു പറ്റും? നമ്മൾ വീണ്ടും ഇവിടെ തന്നെ കറങ്ങി നടക്കും. ക്ലിയർ ആയില്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കണം. കൂടുതൽ സമയം എങ്ങനെയാണ് ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാൻ കഴിയുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അന്നേരം ഭൗതിക ലോകത്തിൽ നമ്മൾ വരുന്നത് തന്നെ എന്തുകൊണ്ടാണ്? ഭഗവാനിൽ നിന്നും മാറി നമുക്കൊരു ആസ്വാദനം വേണം എന്നൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വളരെ ശക്തമായതുകൊണ്ടാണ് നമ്മൾ മായാലോകത്തിൽ വരുന്നത്. പക്ഷെ ഈ ലോകത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ധർമ്മത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക, അതുകൂടാതെ ഭഗവാന് വേണ്ടി സേവനങ്ങൾ ചെയ്യുക. അന്നേരം ശരീരവും മനസ്സും വാക്കും ശുദ്ധമാകും. ക്രമേണ നമ്മൾ കൂടുതൽ സമയം ഭഗവാന് വേണ്ടി സേവനം ചെയ്യേണ്ട രീതിയിൽ നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് സത്യം പറഞ്ഞാൽ ഈ ലോകത്ത് നമ്മൾ വരേണ്ട വ്യക്തികളല്ല. ഈ ശരീരം ആവശ്യമില്ലാത്തതാണ്. പക്ഷേ ഈ ശരീരം നമുക്ക് ലഭിച്ചു. ഇനി ഈ ശരീരത്തെ കാരണം ഇത്രയും ജന്മങ്ങളായിട്ട് നമ്മൾ ഈ ശരീരത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ടേയിരുന്നു. ഈ ശരീരം തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. ഈ ലോകവും നമുക്ക് ഏറ്റവും വലിയ തെറ്റാണ്. ഈ ലോകത്ത് വരേണ്ടവരല്ല നമ്മൾ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ലോകത്ത് ഇരുന്നു കൊണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും വാക്കുകളെയും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് ഇന്നത്തെ ഈ സത്സംഗത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. ഇനി ഉച്ചയ്ക്ക് നാരായണീയത്തിൽ നമുക്ക് കാണാം. ഹരേ കൃഷ്ണ. ഒരു മാത്രം ചോദിച്ചു, ഫോട്ടോ നന്നായി കാണിക്കാം അല്ലേ? ഹരേ കൃഷ്ണ. ശ്രീ രാധാകൃഷ്ണക്ക് ജയ. ഇത് രാസലീല. ഒരു പ്രോജി പറഞ്ഞത്, തെറ്റുന്നുണ്ട് സ്വാമി, മഹാവിഷ്ണു മാറി വന്നത് പോലും മനസ്സിലാക്കാൻ തെറ്റുന്നുണ്ട് സ്വാമി, മഹാവിഷ്ണു വേഷം മാറി വന്നത് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ആളാണ് മഹാദേവൻ എന്ന് ധ്വനിയുണ്ട്. മായാദേവി അല്ലല്ലോ, മഹാവിഷ്ണു അല്ലേ വന്നത്? അതെ, അത് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ
ഭഗവാന്റെ ശക്തി, ഭഗവാനുമായിട്ട് വ്യത്യാസം എന്താണ്? ഭഗവാൻ ഇല്ലാതെ ഭഗവാന്റെ ശക്തി വരുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു വളർത്തുനായെ വെച്ചത് ആ വീട്ടിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയല്ലേ? ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ആ യജമാൻ്റെ നിർദ്ദേശപ്രകാരമാണ്. അന്നേരം മായാദേവി ആരുടെ നിർദ്ദേശപ്രകാരമാണ് വർക്ക് ചെയ്യുന്നത്? ഭഗവാന്റെ നിർദ്ദേശപ്രകാരം. അന്നേരം ഭഗവാൻ വന്നാലും മഹാവിഷ്ണുവിൻ്റെ രൂപമായിട്ടല്ല, സാക്ഷാൽ നാരായണൻ്റെ രൂപമായിട്ടാണ്. അത് പഠിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. 3 വിഷ്ണു ഉണ്ട്. അതിൽ മഹാവിഷ്ണു എന്ന് പറയുന്നത് അങ്ങ് ഉദ്ദേശിക്കുന്ന രീതിയിലല്ല. കാരണോദകശായ വിഷ്ണു, ഗർഭോദകശായ വിഷ്ണു, ക്ഷീരോദകശായ വിഷ്ണു, അത് പഠിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. എനിക്കൊന്ന് ആദ്യമായിട്ട് അങ്ങ് സത്സംഗം കേൾക്കുന്നതെന്ന് തോന്നുന്നു. അന്നേരം നേരത്തെയുള്ള സത്സംഗം ഒന്നുകൂടെ ഒന്ന് കേട്ടു നോക്കും കേട്ടോ. എന്നിട്ട് സമുദ്രമന്ഥന ലീല നടന്നതിന് ശേഷം മഹാദേവൻ വൈകുണ്ഠത്തിലാണ് പോകുന്നത്. വൈകുണ്ഠത്തിൽ പോയി മഹാദേവൻ ഭഗവാനോട് ചോദിക്കുകയാണ്, അങ്ങ് രാക്ഷസന്മാർക്ക് കാണിച്ചു കൊടുത്ത ആ മോഹിനി രൂപം എനിക്കൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. അന്നേരം മഹാദേവൻ അറിഞ്ഞൂടെ ഇത് ഭഗവാൻ തന്നെയാണെന്ന്? അന്നേരം കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കണം, ചുമ്മാ കേട്ടാൽ പോരാ. മഹാദേവൻ ചോദിക്കുകയാണ്, ആ രൂപം എനിക്ക് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. അന്നേരം മഹാദേവൻ അറിഞ്ഞൂടെ ഇത് ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ രൂപമാണെന്ന്? പക്ഷേ ഭഗവാന്റെ രൂപത്തെ കണ്ടപ്പോൾ ഇത് ഭഗവാന്റെ രൂപമാണ് എന്ന് പോലും മറന്നുപോയി. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് പോയിന്റ്. ഇനി രാക്ഷസന്മാരെ കാണിച്ച മോഹിനി രൂപമല്ല മഹാദേവനെ കാണിച്ച രൂപം, പ്രത്യേകം ഒരു രൂപമായിരുന്നു. കാരണം രാക്ഷസന്മാരെ മോഹിപ്പിക്കാൻ വേണ്ടി എടുത്ത രൂപമായിരുന്നു ആദ്യത്തെ മോഹിനി രൂപം. പക്ഷെ ഇത് മഹാദേവനെ പോലും മോഹിപ്പിക്കുന്ന രീതിയിലുള്ള രൂപമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് ഭഗവാന്റെ ഒരു മായാരൂപമാണ്. ഇനി ഭഗവാന്റെ ശക്തിയാണെങ്കിലും അത് ഭഗവാനാണെങ്കിലും ഭഗവാന്റെ മായയിൽ പെട്ടുപോയില്ലേ? അതാണ് ഞാൻ പറയുന്നത്. അന്നേരം വ്യക്തമായിട്ട് സത്സംഗം കേൾക്കൂ, ഇതിനു മുമ്പേ ഉള്ള സത്സംഗം കേൾക്കൂ, വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. അന്നേരം എല്ലാം ക്ലിയറാണ് കേട്ടോ. അങ്ങയുടെ സംശയം സോൾവായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു മഹാദേവൻ പൂജ്യനാണോ? കഷ്ടമല്ലേ? അങ്ങക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അങ്ങ് നന്നായി ഭാഗവതം ഒന്ന് പഠിക്കൂ കേട്ടോ. ഭാഗവതം പഠിക്കാത്തതിൻ്റെ ഒരു കുറവ് കാണുന്നുണ്ട്. ഭഗവാന്റെ രൂപത്തിനോടാണ് ആകൃഷ്ടനായത്. നമ്മൾ ഈ ലോകത്തിലെ രൂപത്തിനോടാണ് ആകൃഷ്ടനാവുന്നത്. കാർത്തികേയ സ്വാമി ജനിക്കാൻ വേണ്ടി സാക്ഷാൽ പാർവതി ദേവി വന്ന് സാക്ഷാൽ കാമദേവൻ പോലും ആ കാമദേവൻ്റെ അസ്ത്രത്താൽ മഹാദേവനെ മോഹിപ്പിക്കാൻ നോക്കിയിട്ടും മഹാദേവൻ പ്രലോഭിതനായില്ല. പക്ഷെ ഇവിടെ പഠിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാദേവൻ മായയിൽ വീണു, മഹാദേവൻ പോലും മായയിൽ വീണു എന്നതിൻ്റെ അർത്ഥം അദ്ദേഹം പൂജ്യനാണോ എന്ന ചോദ്യം തന്നെ നിങ്ങളുടെ തെറ്റാണ്. നിങ്ങൾ ഓൾറെഡി അപരാധം ചെയ്തു. അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ പോയി മാപ്പ് ചോദിക്കണം. മഹാദേവൻ്റെ സ്ഥാനം എന്താണെന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ ഫാനറ്റിക്കലായിട്ടുള്ള ചിന്തകളുണ്ട്. ആധികാരികമായിട്ടുള്ള ഭാഗവത പഠനം ഇല്ല എന്നത് വളരെ വ്യക്തമാണ്. നാമജപത്തിൻ്റെ നന്നായ ഒരു കുറവുണ്ട്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. മഹാദേവൻ ഭാഗവതം മാത്രം പഠിച്ചാൽ മതിയോ സ്വാമി? റിസർച്ച് അല്ലേ വേണ്ടത്? എന്തിനെക്കുറിച്ചാണ് റിസർച്ച് ചെയ്യുന്നത്? റിസർച്ച് ചെയ്യുമ്പോൾ റിസർച്ചിന് നമ്മളെ സഹായിക്കാൻ വേണ്ടി ഒരു വ്യക്തി വേണ്ടേ? അല്ലാതെ സ്വന്തം ഇടുങ്ങിയ ബുദ്ധിയും ഇടുങ്ങിയ ചിന്താഗതിയും വെച്ച് ഈ ലോകത്തിൽ ആർക്കെങ്കിലും റിസർച്ച് ചെയ്യാൻ പറ്റുമോ? ഈ ലോകത്തിൽ ഏതൊരു കാര്യത്തിലും റിസർച്ച് ചെയ്യണമെങ്കിൽ യു നീഡ് എ ഗൈഡൻസ് ഫ്രം എ പേഴ്സൺ ഹു ഹാസ് ഡൺ റിസർച്ച് ഇൻ ദ സെയിം ഫീൽഡ് ഫോർ ലോങ് ടൈം. സോ നമ്മുടേതായിട്ടുള്ള ഡം ബ്രെയിൻ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു കാര്യം റിസർച്ച് ചെയ്യാൻ പറ്റും. ബിക്കോസ് വി ആർ ഡൂയിങ് റിസർച്ച് ഓൺ എ സബ്ജക്റ്റ്
വിച്ച് റിക്വയർസ് ബിഗ് ഇൻ്റലിജൻസ് ആൻഡ് ബിഗ് വിഷൻ. അല്ലാതെ നമ്മളെപ്പോലെ ദേവന്മാരെ അളക്കാൻ നടക്കുകയാണെങ്കിൽ ഇതിനും നല്ലത് വേറെ ഏതെങ്കിലും ജോലിക്ക് പോകുന്നതാണ്. അന്നേരം ആദ്യം ശാസ്ത്രങ്ങളൊക്കെ നന്നായിരുന്ന് പഠിക്കണം. അല്ലാതെ അതിൽ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കാനാണെങ്കിൽ അങ്ങ് ദയവ് ചെയ്ത് ഇത് വിട്ടിട്ട് വേറെ ഏതെങ്കിലും ജോലിക്ക് പോകുന്നതാണ് നല്ലത്. എനിക്ക് തോന്നുന്നു അങ്ങേക്ക് വേറെ ജോലിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമ്മൾ ശാസ്ത്രങ്ങൾ പഠിക്കുന്നത് നമ്മുടെ ഉള്ളിലെ കാമക്രോധ മോഹ ലോഭ മത മത്സരാദികളെ മാറ്റാൻ വേണ്ടിയാണ്. ഇവർ തെറ്റ് ചെയ്തല്ലോ, അവർ തെറ്റ് ചെയ്തല്ലോ, എങ്കിൽ പിന്നെ അവരെ എന്തിനാണ് പൂജിക്കേണ്ടത്? നിങ്ങൾ എന്ത് തെറ്റ് ചെയ്യുന്നു? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പെർഫെക്റ്റ് ആണോ? നമ്മളാരും പെർഫെക്റ്റ് അല്ല. നമ്മളെക്കാട്ടി എത്രയോ ഉയർന്നു നിൽക്കുന്നതാണ് ദേവന്മാർ. നമ്മളെക്കാട്ടി എത്രയോ പുണ്യം ചെയ്തവരാണ്. അതിലേറ്റവും ശ്രേഷ്ഠനാണ് മഹാദേവൻ. സാക്ഷാൽ കാമദേവൻ വന്ന് കാമാസ്ത്രം അയച്ചിട്ടും അതിൽ പ്രലോഭിതനാകാത്ത വ്യക്തിയാണ് മഹാദേവൻ. അന്നേരം കോണ്ടെക്സ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ചോദ്യങ്ങൾ ചോദിക്കാൻ. ഇവിടെ അതല്ല വിഷയം. ഇവിടെ ഭഗവാൻ ഒരാളെ മോഹിപ്പിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സാക്ഷാൽ മഹാദേവന് പോലും ആ മായാ പ്രലോഭനത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് രാമായണം മുഴുവൻ കേട്ടിട്ട് രാമന്റെ അപ്പൂപ്പനല്ലേ രാവണൻ എന്ന് ചോദിച്ച പോലെയായി. ശ്രദ്ധിച്ച് കേൾക്കൂ. ഇവിടെ അതല്ല കോണ്ടെക്സ്റ്റ്. ഇത് മഹാദേവൻ യോഗ്യനാണോ അയോഗ്യനാണോ എന്നല്ല ചോദ്യം. ഇവിടെ ഭഗവാന്റെ മായാശക്തിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. മഹാദേവൻ ഒരിക്കലും സ്വന്തം ആസ്വാദനത്തിന് വേണ്ടി ഒന്നും ചെയ്യാറില്ല. എൻ്റെ സ്വാമി ഇങ്ങനെ പറയരുത്, ജോലിയൊന്നും ഇല്ലാത്തവരല്ലേ ഇവിടെ കേൾക്കാൻ വരുന്നത്, അങ്ങേക്ക് ശോഭം വരുന്നു. പിന്നെ ഇങ്ങനെ മണ്ടത്തരം ചോദിച്ചാൽ പിന്നെ ശോഭം വരാതെ അങ്ങനെ മായാ പ്രലോഭനത്തിൽ വീണ ആളെ നമുക്ക് പൂജിക്കാൻ പറ്റുമോ? ഏറ്റവും വലിയ മണ്ടത്തരമാണ് അങ്ങ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇതുവരെ ഒന്നും കേട്ടിട്ടില്ല എന്നാണ്. ഇന്നത്തെ സത്സംഗം പോലും അങ്ങ് വ്യക്തമായിട്ട് കേട്ടില്ല എന്നാണ് അവിടെ തെളിവാകുന്നത്. ഇങ്ങനെയുള്ള മണ്ടത്തരം ചോദ്യത്തിന് എനിക്ക് സമയമില്ല. ശ്രദ്ധിച്ച് കേൾക്കൂ. ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ച് കേട്ടിട്ട് നമ്മുടെ ഭക്തിയിൽ പുരോഗമിക്കാൻ വേണ്ടി എന്ത് ഗൈഡൻസ് ആണ് വേണമെങ്കിൽ അത് ചോദിച്ചോളൂ. അല്ലാതെ അങ്ങയുടെ സമയവും പാഴാക്കി കളയുകയാണ് എൻ്റെ സമയം, നമ്മുടെ ഈ സത്സംഗത്തിലുള്ള എല്ലാവരുടെയും സമയം. നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കൂ. ആ ഒരു ചോദ്യം നിരർത്ഥകമാണ്. ഇന്നത്തെ വിഷയം അതല്ല. ഇന്നത്തെ ഡിസ്കഷന്റെ ടോപ്പിക് എന്താണ്? ഭഗവാന്റെ മായാശക്തി. നമ്മൾ അതിൽ വീണു പോകരുത് എന്നാണ് അവിടെ ചോദ്യം വരുന്നത്. നമുക്കൊരിക്കലും ആസ്വാദന മനോഭാവം വരരുത്. നമ്മുടെ ഉള്ളിൽ ആസ്വാദന മനോഭാവം ഉള്ളപ്പോൾ മായാദേവി നമ്മളെ മായാ പ്രലോഭനത്തിൽ വീഴ്ത്തുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. മഹാദേവൻ സ്വന്തം ആസ്വാദനത്തിന് വേണ്ടിയല്ല ജീവിക്കുന്നത്. നമ്മളെപ്പോലൊരു ബദ്ധാത്മാവല്ല. മഹാദേവന് ജനനം മരണം വൃദ്ധാവസ്ഥ ഇതൊന്നും ഇല്ല. ശിവതത്വം അതൊരു വലിയൊരു ടോപ്പിക് തന്നെയാണ്. മഹാദേവൻ എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ ഒരു വ്യത്യസ്ത രൂപമാണ്. ഈ സൃഷ്ടിയെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഭഗവാന്റെ വേറൊരു രൂപമാണ് മഹാദേവൻ. ഭഗവാന്റെ തന്നെ വ്യത്യസ്ത രൂപമാണെങ്കിലും ഭഗവാനെ ഒരു വ്യത്യസ്ത ഭാവം മഹാദേവനുണ്ട്. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്ന് ബലരാമൻ വരുന്നു, ബലരാമനിൽ നിന്ന് പ്രദ്യുമ്ന അനിരുദ്ധ വാസുദേവ സംഘർഷണിൽ നിന്ന് നാരായണൻ വരുന്നു, നാരായണിൽ നിന്ന് രണ്ടാമത് പ്രദ്യുമ്ന അനിരുദ്ധ വാസുദേവ സംഘർഷണൻ വരുന്നു, സംഘർഷണിൽ നിന്ന് വീണ്ടും കാരണോദകശായ വിഷ്ണുവും സദാശിവനും വരുന്നു. അന്നേരം അങ്ങനെ ഒരു ഹൈറാർക്കി ഉണ്ട് വിസ്തരണത്തിൻ്റെ. ഒരു മാതാജി പറയുന്നു, മഹാദേവ വിരുദ്ധരാണ് എന്ന് വരുത്തി തീർക്കാൻ ചിലർ വരാറുണ്ട്. സ്വാമിജിയിൽ നിന്നാണ് മഹാദേവനെ അടുത്തറിയുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കണം. മഹാദേവൻ ആരാണെന്ന് നമുക്ക് ഇതുവരെ അറിയത്തില്ല. ശിവതത്വം എന്താണെന്ന് ആദ്യം നമ്മൾ പോയി പഠിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അന്നേരം ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം മഹാദേവൻ കുറ്റക്കാരനാണെന്ന് എന്നല്ല ഞാൻ പറഞ്ഞത്. ശ്രദ്ധയോടുകൂടി കേൾക്കൂ. ആദ്യം മുതലേ ശ്രദ്ധിച്ച് കേൾക്കൂ. മഹാദേവൻ നമ്മൾ ആരെയും അപമാനിക്കുന്ന വ്യക്തിയല്ല. നമ്മൾ ഈ സത്സംഗം കേൾക്കുന്ന എല്ലാവരെയും ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ നിങ്ങൾ ദേവന്മാരെ അപമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കും മിണ്ടാതിരിക്കാൻ കഴിയില്ല. അതിനുള്ള ഒരു അധികാരം അവകാശവും നമുക്കില്ല.
ദേവന്മാരുടെ സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അവരെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ. അതിനുള്ള അവകാശവും അധികാരം നമുക്കില്ല. ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും യഥാർത്ഥത്തിൽ ഒരു സംശയമുണ്ടോ, നിങ്ങളുടെ ഭക്തിയിൽ പുരോഗമിക്കാൻ, നിങ്ങളുടെ ഉള്ളിലുള്ള തിന്മകളെ അതിജീവിക്കാൻ, അതിനുവേണ്ടി എന്തെങ്കിലും ഗൈഡൻസ് ചോദിച്ചാൽ അത് നല്ലൊരു ചോദ്യമാണ്. പക്ഷെ നിങ്ങൾ പഠിക്കുന്ന ശാസ്ത്രത്തിൽ വിശ്വാസമില്ലെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ്. റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭൗതിക ലോകത്തിലൊരു വിഷയമാണ്. ദർ ഇസ് നത്തിങ് ഇൻ ദിസ് വേൾഡ് വിച്ച് റിക്വയർസ് റിസർച്ച്, എസ്പെഷ്യലി ഓൺ ദ ടോപ്പിക് ഓഫ് ദ സുപ്രീം ലോർഡ്. ഭഗവാനെക്കുറിച്ചുള്ള ഇതിൽ റിസർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്കൊരിക്കലും റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന വ്യക്തിയല്ല ഭഗവാൻ. കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് ഈ മന്ദബുദ്ധിയാണ്, നമ്മുടെ ഈ ടൈനി ബ്രെയിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് റിസർച്ച് ചെയ്യാൻ വേണ്ടി. അന്നേരം ഈ ബ്രെയിൻ ഉപയോഗിച്ച് ഈ ജന്മത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ ഏതൊരു കാര്യവും സ്വീകരിക്കുകയും അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ടൈനി ബ്രെയിൻ വെച്ച് നമുക്കൊരിക്കലും ഭഗവാനെ അളക്കാൻ കഴിയില്ല. ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ആദ്യം നമ്മളെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കും. ഈ ശരീരത്തിനകത്ത് എവിടെയാണ് നമ്മൾ ഇരിക്കുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കും. ആത്മസാക്ഷാത്കാരമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. യഥാർത്ഥ സംശയമായിരുന്നു. എനിക്ക് തോന്നുന്നില്ല സാറേ, ശ്രദ്ധയോടുകൂടി കേട്ടിരുന്നെങ്കിൽ യഥാർത്ഥ സംശയം ഇങ്ങനെയല്ല വരുന്നത്. ഞാൻ അങ്ങേ ഡിസ്റെസ്പെക്ട് ചെയ്യുമല്ല കേട്ടോ, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ഐ റെസ്പെക്ട് യുവർ ഇൻഡിവിജ്വാലിറ്റി, ഐ റെസ്പെക്ട് യുവർ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ബട്ട് ദ വേ ദ ക്വസ്റ്റ്യൻ ഹാസ് കം ഇറ്റ് ഇൻഡിക്കേറ്റ് സംതിങ് ഇസ് റോങ്. അങ്ങേ ഞാൻ ബഹുമാനിക്കുന്നില്ല എന്നല്ല, പക്ഷെ ആ ചോദ്യത്തിൻ്റെ ആ രീതി വെച്ച് വളരെ ക്ലിയറാണ്, ഉള്ളിൽ എന്തോ ഒരു ക്ലാരിറ്റി കുറവുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഇന്നത്തെ സത്സംഗം ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ വളരെ ക്ലിയറാണ്. നമ്മളിവിടെ മഹാദേവൻ്റെ പോരായ്മയല്ല ചർച്ച ചെയ്തത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത് ഭഗവാന്റെ മേന്മ, ഭഗവാന്റെ ആ മായാശക്തി അത്രയ്ക്ക് ശക്തമാണ് എന്നുള്ളൊരു ടോപ്പിക്കാണ് വരുന്നത്. അന്നേരം ആ ഒരു കോണ്ടെക്സ്റ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്? ഇനി ഇതെല്ലാം കഴിഞ്ഞ് മോഹിനി മൂർത്തിയോട് ആകൃഷ്ടനായിട്ട് ഭഗവാൻ അതെല്ലാം കഴിഞ്ഞിട്ട് മഹാദേവൻ തിരിച്ചു വൈകുണ്ഠത്തിൽ എത്തുമ്പോൾ മഹാദേവൻ പറയുന്നു ദേവിയെടുത്ത്, ദേവി കണ്ടോ ആ നാരായണന്റെ മായാവൈഭവം, കണ്ടോ ആ മായാശക്തിയിൽ ഞാൻ പോലും മോഹിതനായിപ്പോയി. അതാണ് അന്നേരം അവിടെ ആ മോഹിനി രൂപത്തിൻ്റെ ആകർഷണതയാണ് അവിടെ മഹാദേവൻ പോലും അംഗീകരിക്കുന്നത്. ഇപ്പോൾ ലഡ്ഡു എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു കഴിക്കുന്ന ഭക്ഷണമാണ്, നല്ല രുചികരമായിരിക്കണം. അന്നേരം നല്ലൊരു ലഡ്ഡുവിനെ കുറിച്ച് കേട്ടു, ഓ നല്ല ലഡ്ഡു. അന്നേരം നമ്മൾ ആ ബേക്കറിയിൽ പോയിട്ട് ആ ലഡ്ഡു, ശരിയാട്ടോ, കറക്റ്റ് ലഡ്ഡു ആണ്. അതാണ് അവിടെ പോയിന്റ്. അതേപോലെ മോഹിനി മൂർത്തിയെക്കുറിച്ച് കുറേ കേട്ടു. അന്നേരം അസുരന്മാർ മോഹിച്ചു പോയി എന്ന് കേട്ടു. അന്നേരം മഹാദേവൻ ആഗ്രഹിച്ചതും അത്രയ്ക്ക് ആരെയും മോഹിപ്പിക്കുന്ന രൂപമാണെങ്കിൽ എന്നെയും കൂടെ ഒന്ന് മോഹിപ്പിച്ചിരുന്നുവെങ്കിൽ, അവിടെ ഒരു തെറ്റായിട്ടുള്ളൊരു ചിന്തയല്ല, ഭഗവാനെ മറന്ന് ആസ്വദിക്കാനുള്ളൊരു താല്പര്യമല്ല. അങ്ങനെ ഒരു ആസ്വാദന താല്പര്യമാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും സൈക്കോളജി നോക്കൂ. നമ്മുടെ പൊതുവെ സൈക്കോളജി എങ്ങനെയാണ്? നമ്മൾ തെറ്റായിട്ടുള്ളൊരു ആസ്വാദനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ആസ്വദിക്കാറില്ല. ആരും അറിയാതെ ഒറ്റയ്ക്കേ നമ്മൾ ആസ്വദിക്കും. പക്ഷെ ഇത് നോക്കിയോ, സാക്ഷാൽ ഭഗവാൻ മുന്നിൽ നിൽക്കുന്നു, സ്വന്തം ഭാര്യയായിട്ടുള്ള പാർവതി ദേവി അവിടെ നിൽക്കുന്നു, ഭൂതഗണങ്ങൾ എല്ലാവരും നിൽക്കുന്നു. ഇവരെല്ലാവരും ഉണ്ടായിട്ടും മോഹിനി മൂർത്തിയെ കണ്ടപ്പോൾ മഹാദേവൻ എല്ലാം മറന്നുപോയി. എന്നിട്ട് പൊതുവെ ഒരു തെറ്റായിട്ടുള്ളൊരു ആഗ്രഹത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി, അത് എല്ലാവരും അറിഞ്ഞു എന്ന് അറിയുമ്പോൾ പൊതുവെ നമ്മൾ തലകുനിക്കും, ഷോ നാണക്കേടായല്ലോ, എല്ലാവരും അറിഞ്ഞല്ലോ. പക്ഷെ മഹാദേവൻ അങ്ങനെയല്ല. മഹാദേവൻ അറിയാം ഇത് സാക്ഷാൽ ഭഗവാനാണെന്ന്. അന്നേരം ഭഗവാൻ ഒരു തമാശ കളിച്ചു എന്നുള്ള രീതിയിലേ ഭഗവാൻ എടുക്കുന്നുള്ളൂ മഹാദേവൻ. അന്നേരം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാദേവന്റെ പോരായ്മയല്ല, മഹാദേവന്റെ മേന്മയാണ്. ഈ 14 ലോകങ്ങളിലുള്ള ആരെയും ഭഗവാനെ മോഹിപ്പിക്കാൻ കഴിയും. ഭഗവാന്റെ ശക്തി കണ്ടോ ദേവി എന്നാണ് മഹാദേവൻ പറയുന്നത്. നമ്മളെ ആരെങ്കിലും ഇങ്ങനെ കളിയാക്കുകയും ഇൻസൾട്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം വിഷമമാകും.
പക്ഷേ മഹാദേവൻ ആ ഒരു വിഷമം പോലും ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഇത് മഹാദേവൻ്റെ പോരായ്മയല്ല. ഓക്കെ, സോ സുഗതൻ സർ വിഷമിക്കരുത്. ഞാനിങ്ങനെ പറഞ്ഞത്, ഐ എം എ ടീച്ചർ, സോ my teaching style is different. So sometimes I will be very strong when you ask a question. That does not mean I am discouraging your question, but question should be little bit sensible also. അത്രയും ഞാൻ പറഞ്ഞോളൂ. അങ്ങ് എന്തോ പറഞ്ഞ ഒരു മണ്ടത്തരം ചോദ്യം ചോദിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്, മനസ്സിലായില്ലേ? അങ്ങ് നല്ലൊരു ചോദ്യം തന്നെയാണ് ചോദിച്ചത്. പക്ഷെ ചോദിച്ച രീതി വെച്ച് നോക്കിയപ്പോൾ അത് ചെറുതായിട്ട് മഹാദേവനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ വാക്കുകൾ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഉദ്ദേശിച്ചിട്ടായിരിക്കത്തില്ല. ഞാൻ അങ്ങേ റെസ്പെക്റ്റ് ചെയ്യുന്നു, വെറുതെ പറയാൻ വേണ്ടി പറയുന്നതല്ല. ഞാൻ അങ്ങേ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഐ റെസ്പെക്റ്റ് യു എ ലോട്ട്. ആ ഒരു ചോദ്യം ചോദിച്ചതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. പക്ഷേ ആ വാക്കുകൾ വന്നപ്പോൾ, കാരണം ഈ സത്സംഗ ലൈവിൽ കാണുമ്പോൾ കുറേ പേര് ആ കമൻസ് വായിക്കുകയാണ്. അന്നേരം അങ്ങനെ ഉദ്ദേശിച്ചില്ലെങ്കിലും വായിക്കുന്നവരുടെ ഉള്ളിൽ ചിലപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരാം. കുറച്ച് ഭക്തർക്ക് അങ്ങനെ ഉണ്ടായി, ഓട്ടോമാറ്റിക്കലി ഉണ്ടായി. എന്തോ മഹാദേവനെ അപമാനിക്കുന്ന രീതിയിലാണോ എന്നൊക്കെ ഒരു രീതി. അതുകൊണ്ട് ഇറ്റ്സ് മൈ ഡ്യൂട്ടി ടു ക്ലാരിഫൈ ഇറ്റ്. അതുകൊണ്ടാണ് കേട്ടോ, അങ്ങനെ ഒന്നും വിചാരിക്കരുത്. ഐ റെസ്പെക്റ്റ് യു എ ലോട്ട്. ഇതൊന്നും പറയാനുള്ള ഒരു യോഗ്യതയും അടിയനില്ല. ഇറ്റ്സ് നോട്ട് മൈ നോളജ്. ആധികാരികമായിട്ടുള്ള ഗുരു ശിഷ്യ പരമ്പരയിൽ നിന്ന് ലഭിച്ച ആ ജ്ഞാനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. ഞാനിത് യാഥാർത്ഥ്യമാണ് പറഞ്ഞത്, അല്ലാതെ ആരെയും അപമാനിക്കാനുള്ള ഒരു യോഗ്യത എനിക്കില്ല. കാരണം സാക്ഷാൽ മഹാദേവൻ മായാദേവിയുടെ പ്രലോഭനത്തിൽ വീഴുമെങ്കിൽ ഞാൻ ആരാണ്? വെറും തുച്ഛനായിട്ടുള്ളൊരു ജീവാത്മാവ്. പക്ഷേ ആസ് എ ടീച്ചർ ഇറ്റ്സ് മൈ ഡ്യൂട്ടി ടു ടീച്ച്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യുക എന്നത് എൻ്റെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്തേ ഉള്ളൂ. അങ്ങ് ഒരിക്കലും വിഷമിക്കരുത് ഞാൻ ഇങ്ങനെ പറഞ്ഞതിൽ. ഇനിയും അങ്ങയുടെ ചോദ്യങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐ റെസ്പെക്റ്റ് യു എ ലോട്ട് കേട്ടോ. ഒരുപാട് നന്ദി. ഇനി നമുക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് നാരായണീയത്തിൽ കാണാം. ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അനൗൺസ്മെൻ്റ് ഉണ്ട്. ഫെബ്രുവരി 2, 3, 4 അഹോബിലം യാത്ര. പറ്റുന്ന ഭക്തജനങ്ങൾ എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കണം. വളരെ സ്പെഷ്യൽ പ്ലേസാണ്. നമ്മുടെ നരസിംഹസ്വാമി തൂണ് പിളർന്ന് വന്ന ആ തൂണ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം, ഉഗ്രസ്തംഭം. അന്നേരം അവിടെ പോകാനുള്ള വലിയൊരു അവസരമാണ്. അന്നേരം ഈ ഫെബ്രുവരി 2-ാം തീയതിയാണ് നമ്മൾ പോകുന്നത്. മാക്സിമം ഭക്തരും വരാൻ ശ്രമിക്കുക. ഉഗ്രസ്തംഭം വരെ നമുക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും വിഷമിക്കേണ്ട. നമുക്ക് ജ്വാലാ നരസിംഹം വരെ വളരെ എളുപ്പത്തിൽ പോകാൻ പറ്റും. എന്താണ് ഈ ജ്വാലാ നരസിംഹം? അവിടെ വെച്ചാണ് ഭഗവാൻ നരസിംഹസ്വാമി ഹിരണ്യകശിപുവിനെ കൊന്ന സ്ഥലം. അവിടം വരെ ആർക്കും പോകാൻ പറ്റും. നല്ല പ്രോപ്പർ സ്റ്റെപ്സ് ഉണ്ട്. പക്ഷെ അവിടുന്നും കുറച്ചും കൂടെ മുകളിലാണ് ഉഗ്രസ്തംഭം. അത് ഇങ്ങനെ നിൽക്കുകയാണ്. അത് ചിലപ്പോൾ എല്ലാവർക്കും പറ്റത്തില്ല. പക്ഷേ നരസിംഹസ്വാമി ഹിരണ്യകശിപുവിനെ കൊന്ന സ്ഥലം വരെ എനിക്ക് ഉറപ്പോട്ട് എല്ലാവർക്കും പോകാൻ കഴിയും എന്ന് വിചാരിക്കുന്നു. പക്ഷെ എന്നാലും അഥവാ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്തരുണ്ടെങ്കിൽ നോക്കൂ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന്. പക്ഷേ വളരെ എളുപ്പത്തിൽ കുറച്ച് ഉയരത്തിൽ പോകണം, മനസ്സിലായില്ലേ? എന്നാലും നല്ല കിടിലം സ്പേസ് ആണ്. അന്നേരം നല്ലൊരു സ്ഥലമാണ്. ഭഗവാനെ നമുക്ക് നേരിട്ട് അറിയാൻ കഴിയും. തൂണ് പിളർന്ന് വന്ന ആ സ്ഥലം നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ഉഗ്രസ്തംഭം അതവിടെയുണ്ട്. പിന്നെ അതുകൂടാതെ വൃന്ദാവന യാത്ര കഴിഞ്ഞ ഡിസംബറിലുണ്ടായിരുന്നു. ഇനി തുടർച്ചയായിട്ട് വൃന്ദാവന യാത്ര കാണും. കാരണം ഡിസംബർ സമയത്ത് എല്ലാവർക്കും ചിലപ്പോൾ സമയം പ്ലാൻ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വരാം. അതുകൊണ്ട് വെക്കേഷൻ ടൈമിലാണ് കൂടുതൽ ഭക്തർക്കും വരാൻ കഴിയുന്നത്. അതുകൊണ്ട് ഏപ്രിൽ മാസം മായപ്പൂർ യാത്ര എന്തായാലും ഉണ്ട്. അതുകൂടാതെ മെയ് മാസം ഡേറ്റ് എന്താണ്? അത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മെയ് 11 മുതൽ 20 വരെ അല്ലേ? മെയ് 11 മുതൽ 20-ാം തീയതി വരെ വൃന്ദാവന യാത്ര. അന്നേരം പറ്റുന്ന ഭക്തർ അതിലും പങ്കെടുക്കുക. അന്നേരം അതിലൂടെ ഒരുപാട് പേർക്ക് പങ്കെടുക്കാൻ കഴിയും. അന്നേരം വൃന്ദാവന യാത്ര. പിന്നെ നേരത്തെ നമ്മുടെ ഗ്രൂപ്പ് അംഗങ്ങൾക്ക് മാത്രമേ അലൗഡ് ആയിരുന്നുള്ളൂ. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ
നിങ്ങളുടെ കുടുംബാംഗങ്ങളോ ഫ്രണ്ട്സോ ആർക്കെങ്കിലും വരണമെങ്കിൽ അവർക്കും വരാം. കാരണം അവർക്കും ഒരു അവസരം ലഭിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അന്നേരം 1 ഫെബ്രുവരി 2, 3, 4 അഹോബിലം യാത്ര. അഹോബിലം ആന്ധ്രാപ്രദേശിലാണ്. പിന്നെ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ തിരുപ്പതി നോക്കുന്നുണ്ടല്ലേ. അവിടുത്തെ ഉറപ്പ് നൽകിയിട്ടില്ല. പക്ഷേ അഥവാ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പോകാനുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ടയേർഡായിട്ടില്ലെങ്കിൽ എനർജി ഉണ്ടെങ്കിൽ തിരുപ്പതിയിൽ പോകാനും സാധ്യതയുണ്ട്. പിന്നെ അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ആവും. അത് എല്ലാവരുടെയും മെജോറിറ്റി എന്ത് പറയുന്നു അതിനനുസരിച്ചിരിക്കും. അന്നേരം നമ്മൾ പോകുന്നത് ട്രെയിനിലല്ല, ഒരു ട്രാവലറിലാണ് പോകുന്നത്. അന്നേരം ഒരു ട്രാവലറിൽ എത്ര സ്പേസാണ്? 19 പേർക്കല്ലേ, 16 പേർക്ക് ഇരിക്കാൻ പറ്റും. അന്നേരം ആദ്യം ബുക്ക് ചെയ്യുന്നവർക്കാണ് സ്പേസ്. അങ്ങനെ കുറച്ച് പേരെ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നു അഹോബിലത്ത്. അന്നേരം മാക്സിമം ഭക്തരും നോക്കൂ. നിങ്ങളുടെ ടൈമും നിങ്ങളുടെ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഇന്നലെയും ഭക്തരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. എൻ്റെ ഈ എന്തെങ്കിലും രീതിയിൽ കാശുണ്ടെങ്കിൽ എല്ലാ യാത്രയും ഫ്രീ ആക്കിയാണ്. പിന്നെ ഇത് കാശുണ്ടാക്കാനുള്ളൊരു വഴിയും അല്ല. അങ്ങനെയൊക്കെ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കത്തില്ല, അതെനിക്കറിയാം. അന്നേരം ഒരു ഭക്തൻ ചോദിക്കുന്നു, അഹോബിലം ഛത്തീസ്ഗഡ് യാത്രയിൽ കൂടാൻ പറ്റുമോ? അഹോബിലം ആന്ധ്രാപ്രദേശിലാണ്. മാതാജി ഛത്തീസ്ഗഡിലാണോ? അവിടെ നിന്ന് വരുവാണോ? വരുന്നെങ്കിൽ വരാം, നോ പ്രോബ്ലം. നമ്മൾ 2-ാം തീയതി ഇവിടെ നിന്ന് തിരിക്കും. 2-ാം തീയതി വൈകുന്നേരം ആകുമ്പോൾ അഹോബിലത്തിലെത്തും. എവിടെ നിന്ന് വേണമെങ്കിലും ഭക്തർക്ക് പങ്കെടുക്കാം, അത് കുഴപ്പമില്ല. അന്നേരം ഇത് ഒരു ബിസിനസ്സിന് വേണ്ടിയല്ല നമ്മൾ യാത്ര ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഐ എം നോട്ട് എ ബിസിനസ് മാൻ. ഐ എം എ സ്വാമി, സന്യാസിയാണ്. അന്നേരം ഒരു കമേർഷ്യൽ പർപ്പസ് അല്ല. ആ ഒരു എക്സ്പീരിയൻസ്, ഭഗവാന്റെ ലീലകൾ നടന്ന സ്ഥലം, അവിടെയൊക്കെ പോയി ഭഗവാന്റെ അനുഗ്രഹം തേടാനും അതിന് നിങ്ങൾക്കൊരു അവസരം ലഭിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് എന്താണോ ആ വണ്ടിയുടെ ചിലവ് അത് തന്നെ, പിന്നെ അവിടുത്തെ അക്കോമഡേഷൻ, അത്രേ നമ്മൾ എടുക്കുന്നുള്ളൂ. വേറെ ഒരു പോലും പ്രോഫിറ്റ് എന്നുള്ളൊരു സംഭവമില്ല. നിങ്ങൾക്കറിയാം, ത്രൂ ഔട്ട് കേരള ഏറ്റവും കുറഞ്ഞ ചിലവിൽ വൃന്ദാവനം, മായപ്പൂർ അതൊക്കെ കൊണ്ടുപോകുന്നത് നമ്മളിലാണ്. അത് മറ്റ് യാത്രക്കാരുടെ കുറ്റമല്ല ഞാൻ പറയുന്നത്, അവരുടെ ഒരു ഉപജീവനമാണത്. ഡെഫിനറ്റ്ലി അതിൽ തെറ്റൊന്നുമില്ല. അവരൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അവരൊരു എന്തു പറഞ്ഞേ, സഞ്ജീവ് പ്രോജി ചോദിക്കുന്നു ഡേറ്റ് ഫിക്സ് ആണോ? ആ ഡേറ്റ് ഫിക്സ്ഡ് ആണ് പ്രോ. ഫെബ്രുവരി 2. ഫെബ്രുവരി 2 നമ്മൾ അവിടെ എത്തും. 3-ാം തീയതി ഉഗ്രസ്തംഭം കയറും. 4-ാം തീയതി തിരിച്ചു വരും. അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. മാക്സിമം ഭക്തർക്കും പങ്കെടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പല ഗ്രൂപ്പ്സും യാത്ര കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതൊന്നും തെറ്റല്ല കേട്ടോ. അവർ കാശിനോട് ഭയങ്കര ആർത്തിയുണ്ട്, അങ്ങനെയൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അവർ ഡെഫിനറ്റ്ലി സർവീസ് ചെയ്യുക അല്ലേ, അവരുടെ സർവീസ് ചെയ്യുന്നുണ്ട്, അതിൽ തെറ്റൊന്നുമില്ല, അത് അവരുടെ ഒരു പ്രൊഫഷനാണ്. പക്ഷേ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ യാത്രയിൽ പങ്കെടുക്കാൻ കഴിയും. കാരണം വൃന്ദാവന യാത്രയ്ക്ക് 40,000 രൂപയൊക്കെ ആകുമ്പോൾ ഒരു ഫാമിലിയിൽ നിന്ന് 3-4 പേര് പോയി കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട്. അത് അവർക്ക് സാധാരണക്കാർക്ക് എങ്ങനെ താങ്ങാൻ പറ്റും? അതുകൊണ്ട് നമ്മുടെ ഒരു ലക്ഷ്യം ഏറ്റവും മിനിമം ബഡ്ജറ്റിൽ മാക്സിമം ഭക്തരെയും കൊണ്ടുപോകുക എന്നതാണ്. അന്നേരം സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ബഡ്ജറ്റ് മണി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവരെയും ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട്. സ്മിത മാത ചോദിക്കുന്നു പണ്ഡർപൂർ യാത്ര എന്നായിരിക്കും. ഓക്കെ, പണ്ഡർപൂർ എഴുതി വെച്ചോ കേട്ടോ. പണ്ഡർപൂർ നമുക്ക് പ്ലാൻ ചെയ്യണം. ശ്രീഹരി വിഠലിനെ കാണാൻ താല്പര്യമുണ്ട്, ശ്രീ രംഗനാഥനെയും കാണണം. അന്നേരം നമ്മുടെ ലക്ഷ്യം അതാണ്. അവെയർനെസ്, എഡ്യൂക്കേറ്റ്, ഇൻസ്പയർ ഡിവോട്ടീസ് ഓൺ ദ റൈറ്റ് പാത്ത്. അതാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ആരെയും ദ്രോഹിക്കുകയോ വിഷമിപ്പിക്കാനോ അല്ല. എല്ലാവരും അവരവരുടെ കഴിവിനനുസരിച്ച് പ്രചരണം ചെയ്യുന്നു. ഭഗവാന്റെ കാരുണ്യത്താൽ നമുക്കൊരു അവസരം ലഭിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ കാശ് അടിച്ചു മാറ്റാനോ അതിനൊന്നുമല്ല. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. നിങ്ങൾ പോയി കഴിഞ്ഞാൽ തന്നെ ഇതിനും കൂടുതലാവും. കാരണം ആ വണ്ടിയുടെ ചിലവും അതും ഇതും എല്ലാം കൂടെ, ഇത് ഗ്രൂപ്പായിട്ട് പോകുമ്പം ആ വണ്ടിയുടെ ചിലവ് അങ്ങ് ഷെയർ ആവും. അങ്ങനെ അതിന് കൂടുതൽ ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ എല്ലാവർക്കും തരാൻ വേണ്ടിയാണ് ഈ ശ്രമം.
അന്നേരം ഭഗവാന്റെ ലീലകൾ നടന്ന സ്ഥലം അവിടെയൊക്കെ പോകുന്നത് ഏറ്റവും നല്ലതാണ്. ചൈതന്യ മഹാപ്രഭു പോയിട്ടുണ്ട് ഉഗ്രസ്തംഭത്തിലൊക്കെ, ശ്രീരംഗനാഥൻ്റെ അടുത്തും ഒക്കെ പോയിട്ടുണ്ട്. അന്നേരം ആ സ്ഥലത്ത് ചെന്ന് ആ ഒരു പോസിറ്റീവ് എനർജി മാക്സിമം എടുക്കുക. അയോധ്യ പോകുന്നുണ്ടോ? ഒരു 2 വർഷത്തേക്ക് പോകുന്നില്ല. കാരണം അയോധ്യ ഭയങ്കര തിരക്കായിരിക്കും. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് ആൾക്കാർ വരാൻ പോവുകയാണ്. വലിയ സംഭവമല്ലേ അയോധ്യ. അതുകൊണ്ട് തിരക്കെല്ലാം ഒന്ന് ഒതുങ്ങിയിട്ട് നമുക്ക് മെല്ലെ അയോധ്യയിലേക്ക് പോവാം. അന്നേരം എല്ലാവരുടെയും ശ്രദ്ധ ഇപ്പോൾ അയോധ്യയിലായിരിക്കും. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി സ്ഥലങ്ങൾക്ക് കുരുക്ഷേത്രം അല്ലേ, കുരുക്ഷേത്രത്തിലൊക്കെ പോകണം. നമുക്ക് അവിടെയൊക്കെ പോയി നമുക്ക് കീർത്തനമൊക്കെ ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹമൊക്കെ തേടി തിരിച്ചു വരാം. പിന്നെ ഏറ്റവും പ്രധാനം, എത്ര സ്ഥലങ്ങളുണ്ടെങ്കിലും വൃന്ദാവനം പോലെ ഒരു സ്ഥലം ഈ ലോകത്തില്ല. ദ്വാരകയിലും പോകണം. ഓക്കെ, തീർച്ചയായിട്ടും. ബിനു പ്രോജി പറയുന്ന അയോധ്യ തിരക്ക് കുറയുമെന്ന് തോന്നുന്നില്ല. അതെ, ചാൻസ് കുറവാണ്. ഭയങ്കര അമേസിങ് ടെമ്പിൾ അല്ലേ വന്നിരിക്കുന്നത്. ആരെയും ഞെട്ടിപ്പിക്കുന്ന രീതിയിലൊരു ക്ഷേത്രമാണ്. ഇടയ്ക്ക് ഒരു പോസ്റ്റർ കണ്ടിരുന്നു തമാശ രൂപത്തിൽ. ഉണ്ണികൃഷ്ണ പ്രോജി പറയുന്നത് ജോലി തിരക്ക് കാരണം വരാൻ പറ്റില്ല, എന്നാലും ട്രൈ ചെയ്യാം. ഉണ്ണികൃഷ്ണ പ്രഭു ട്രൈ ചെയ്യൂ, അഹോബിലെങ്കിലും വരാൻ. പ്രഭുജിയും മക്കളും എല്ലാവരും കൂടെ നോക്കൂ കേട്ടോ. പിന്നെ സഞ്ജീവ് പ്രോജി തന്നെ ഹൈദരാബാദിൽ തന്നെയാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ആ പ്രോജി സഞ്ജീവ് പ്രോജിക്ക് തെലുങ്ക് അറിയാം കേട്ടോ. നമുക്ക് എന്തെങ്കിലും അവിടെ അക്കോമഡേഷന് ഹെൽപ്പ് വേണമെങ്കിൽ തെലുങ്കിൽ സഞ്ജീവ് പ്രോജി ഓക്കെ, നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യണം. അല്ലു ഇല്ലു അല്ലേ, ലൂ എന്നൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം തെലുങ്കാവും. ശ്രീഹല്ലിക്ക് പോകുന്ന വലിയ അന്നേരം 22 നല്ല പ്രോഗ്രാം വേണം പ്രോജി. 22 അയോധ്യയുടെ ആ ദിവസം അല്ലേ. ഓക്കെ, നോക്കാം, നമുക്ക് പ്ലാൻ ചെയ്യാം. തുടർച്ചയായിട്ട് രാമനാമൊക്കെ ജപിക്കാം. 22 നമ്മൾ ഓൾറെഡി ഒരു സ്ഥലത്തല്ലേ. 22 നമ്മൾ തിരിക്കുകയാണ് തോന്നുന്നു അല്ലേ. ഓക്കെ, നോക്കാം, നമുക്ക് പ്ലാൻ ചെയ്യാം കേട്ടോ. അന്നേരം മാക്സിമം ഭക്തരും പറ്റുന്ന ഭക്തരെല്ലാവരും, ഇപ്പോൾ ഒരു ട്രാവലറാണ് ബുക്ക് ചെയ്തത്. കൂടുതൽ ഭക്തരാണെങ്കിൽ 2 ട്രാവലറിൽ പോകാം. നല്ല അടിപൊളിയായിരിക്കും കീർത്തനമൊക്കെ ചെയ്ത്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ നാമം അവിടെ ജപിക്കാൻ പറ്റത്തില്ല. കൃഷ്ണൻ്റെ നാമം ജപിച്ചു കഴിഞ്ഞാൽ ഉടനെ നരസിംഹസ്വാമി എന്നിട്ട് പറയാം എൻ്റെ നാമം എന്താ ജപിക്കാത്തത്. തമാശയ്ക്ക് പറഞ്ഞതാണ്. അന്നേരം ഹരേ കൃഷ്ണ മന്ത്രം തന്നെയാണ് അവിടെ ജപിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവിടെ ഹനുമാൻ സ്വാമി ഒരിക്കൽ രാമനാമം ജപിച്ചുകൊണ്ടിരുന്നപ്പം നരസിംഹസ്വാമി വന്നു. എന്നിട്ട് പറഞ്ഞു ഇവിടെ രാമനാമം ജപിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അന്നേരം ഹനുമാൻ സ്വാമി ദേഷ്യത്തോട് നീ ആരാ ചോദിക്കുന്നത്, പോന്ന് പറഞ്ഞു, എന്നെ ഡിസ്റ്റർബ് ചെയ്യാമെന്ന് പറഞ്ഞു. വീണ്ടും വന്നു. എന്നിട്ട് പറഞ്ഞ ഇവിടെ എൻ്റെ നാമം ജപിക്കാൻ പോകും. നീ ആരാ, എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് രാമനാമം ജപിക്കണമെന്ന് പറഞ്ഞു. അവസാനം വീണ്ടും വന്നു. അന്നേരം പറഞ്ഞ നീ പോയില്ലെങ്കിൽ നിന്നെ ഞാൻ അടിക്കുമെന്ന് പറഞ്ഞു. അവസാനം ഭയങ്കര യുദ്ധം നടന്ന അവസാനം നരസിംഹസ്വാമി വില്ലെടുത്തപ്പോൾ ആ വില്ല് പിടിക്കുന്ന രീതി കണ്ടപ്പോൾ ഹനുമാൻ സ്വാമി ഇത് രാമൻ തന്നെയാണ്. അത് രണ്ടുപേരും തമ്മിലുള്ള ഒരു എന്താ പറയുക, കൂട്ടുകാരെ തമ്മിൽ ഒരു കളി നടക്കത്തില്ല, അതേപോലെ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി അങ്ങനെ വില്ലും പിടിച്ച് ഇരിക്കുന്ന നരസിംഹസ്വാമിയുടെ ഒരു ക്ഷേത്രമുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഓക്കെ, എന്തായാലും വൃന്ദാവന യാത്ര കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റും. പിന്നെ ഒറ്റ കാര്യം ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഭക്തരല്ലാതെ കൂട്ടത്തിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒരാഴ്ചയെങ്കിലും വെജിറ്റേറിയൻ ആയിട്ടിരിക്കാൻ പറ്റണം കേട്ടോ. ഒരാഴ്ചയെങ്കിലും വെജിറ്റേറിയൻ ആയിട്ടിരിക്കണം. ഡെയിലി ഒരു 108 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ പറയും. ഇത്രയും മാത്രമേ ഞാൻ റിക്വസ്റ്റ് ചെയ്യൂ. കാരണം ഇതിനു മുമ്പേ യാത്രയിലൊക്കെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള 16 മാല ജപം, സാധന ഷീറ്റ് അതൊക്കെയായിരുന്നു പറയുന്നത്. ഇനി വൃന്ദാവന യാത്രയിലോ അല്ലെങ്കിൽ അഹോബിലത്തിലോ വരുമ്പോൾ, ഇപ്പോൾ നമ്മൾ ശബരിമലയിലേക്ക് പോകുമ്പോൾ 41 ദിവസത്തെ വ്രതം എടുക്കത്തില്ലേ, അന്നേരം അത്രയൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അങ്ങനെ ഒരു കുറച്ച് വ്രതം എടുത്തിട്ട് നമ്മൾ പോകുമ്പോഴേ ആ തീർത്ഥസ്ഥലത്ത് ചെല്ലുന്നതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യമേ റിക്വസ്റ്റ് ചെയ്യുന്നുള്ളൂ, അഥവാ നിങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഇല്ലാത്ത ആരെങ്കിലും വരികയാണെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരാഴ്ച വെജിറ്റേറിയൻ ആയിട്ടിരിക്കുക, സ്ട്രിക്റ്റ് വെജിറ്റേറിയൻ ആയിരിക്കുക. എന്നിട്ട് 108 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക. അത്ര മാത്രമേ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു.
പിന്നെ പോകുന്നത് സിംഹത്തിൻ്റെ മടയിലാണ്. അതുകൊണ്ട് സ്ട്രിക്റ്റായിട്ട് വെജിറ്റേറിയൻ ആയിട്ടിരിക്കും. പേടിക്കണ്ട, തമാശയ്ക്ക് പറഞ്ഞതാണ്. അതുകൊണ്ട് എന്തായാലും വൃന്ദാവന യാത്രയിൽ മാക്സിമം ഭക്തരും വരാൻ നോക്കുക. നിങ്ങളുടെ കുടുംബാംഗങ്ങളെ എല്ലാവരും കൊണ്ടുവരിക. കാരണം ആ വൃന്ദാവന മണ്ണിൽ കാലുകുത്തുന്നത് തന്നെ മഹാസൗഭാഗ്യമാണ്. മഹാസൗഭാഗ്യം, ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടും. സഞ്ജീവ് പ്രോജി പറയുന്നു, ഇത്തവണ ഞാൻ വൃന്ദാവനം വരുന്നുണ്ട്, ടിക്കറ്റ് എടുത്തോട്ടെ. പിന്നെന്താ പോയി, നമ്മൾ ഗ്രൂപ്പ് ടിക്കറ്റ് എടുക്കാമല്ലോ. ടിക്കറ്റ് എടുത്തോട്ടെ എന്ന് പറഞ്ഞാൽ എന്ത് ചോദ്യം അത്? ധൈര്യമായിട്ട് വരൂ, നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ. എത്ര ഭക്തർ കൂടുന്നോ അത്രയും നല്ലതല്ലേ. കൂട്ടത്തോടെ നാമം ജപിക്കാം, സന്തോഷമേ ഉള്ളൂ. പ്രഭുജിയുടെ ഫാമിലിയും കൊണ്ടുവരും, നന്നായിരിക്കും. അവർക്കൊക്കെ വൃന്ദാവനം കാണാൻ പറ്റുന്ന വലിയൊരു സൗഭാഗ്യമല്ലേ. ഭഗവാനോടുള്ള വിശ്വാസവും ഭക്തിയൊക്കെ വർദ്ധിക്കും. വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ടിക്കറ്റിലെടുക്കൂ, അല്ലെങ്കിൽ പ്രഭുജിക്ക് ഡയറക്റ്റ്ലി വരണമെങ്കിൽ അങ്ങനെയും വരാം. ഏതാണ് പ്രഭുജിക്ക് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ ഇവിടുന്ന് ട്രെയിനിലൊക്കെ നമ്മൾ ട്രെയിൻ യാത്രയാണെന്ന് തോന്നത്തേയില്ല, കീർത്തനമൊക്കെ പാടി ഇങ്ങനെ അങ്ങ് പോവാം. ഓക്കെ, പ്രഭുജി പറയുന്നു, ഞാൻ ഹൈദരാബാദിൽ നിന്നാണ് വരുന്നത്. അന്നേരം വൈഫും കുട്ടികളെ ഒന്നും കൂട്ടുന്നില്ലേ? അതെന്താ, എല്ലാം ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യുകയാണല്ലേ? ഒറ്റയ്ക്ക് കുരുക്ഷേത്രം, മായാപ്പൂർ, അടിപൊളിയാണല്ലോ. അന്നേരം ജോലിയൊക്കെ ഉണ്ടോ, അതോ സന്യാസം എടുത്തോ? പരിവ്രാജകാചാര്യനെ പോലെ ഇങ്ങനെ നടക്കുകയാണ്. ലീവ് ഇഷ്യൂ. ഓക്കെ ഓക്കെ, നോക്കൂ. അല്ലെങ്കിൽ ഫാമിലി എടുത്ത് ഹൈദരാബാദിൽ വരാൻ പറയും, എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നേരെ നോക്കൂ എങ്ങനെയാണ് പ്രൊജക്റ്റ് പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്യും കേട്ടോ. എന്തായാലും എല്ലാവർക്കും സ്വാഗതം. അഹോബിലം യാത്ര 3 ദിവസത്തെ മാത്രമാണ്, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. ഇതിൽ നോക്കൂ, പറ്റുന്ന ഭക്തർക്ക് എല്ലാവർക്കും വരാൻ ശ്രമിക്കൂ കേട്ടോ. നല്ലൊരു സ്ഥലമാണ്. അവിടെ ചെല്ലുമ്പോൾ എന്തോ പറയുന്നത്, ഞാൻ ഒന്നും പറയുന്നില്ല, അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് നാരായണീയത്തിൽ കാണാം. ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രമേശ് ജി, ഈ തവണ ഞാനും ഉണ്ടാകും വൃന്ദാവനത്തിൽ. പിന്നെ പ്രഭുജിക്ക് ഉണ്ണികൃഷ്ണൻ പ്രഭുവിന് ലീവ് കിട്ടുമെന്ന് സംശയം. ഓക്കെ, മായപ്പൂർ യാത്ര ട്രൈ ചെയ്തു. പിന്നെ വൈഷ്ണവി മാതാജി പറയുന്നു, പരിവ്രാജകാചാര്യൻ്റെ അർത്ഥം, അതായത് സന്യാസി എപ്പോഴും ഒരിടത്ത് ഇങ്ങനെ നിൽക്കത്തില്ല, ആളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. 3 ദിവസത്തിൽ കൂടുതൽ എങ്ങും നിൽക്കത്തില്ല, ഇങ്ങനെ യാത്ര ചെയ്ത് ഭഗവാന്റെ പ്രചരണം ചെയ്തുകൊണ്ടിരിക്കും. അയോധ്യയിലും പോയി, സഞ്ജീവ് ജി അയോധ്യയിലും പോയി കേട്ടോ, കൊള്ളാമല്ലോ. ഹരേ കൃഷ്ണ, വെരി ഗുഡ്. എല്ലാവരും സന്തോഷത്തിരിക്കട്ടെ, ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ നേരത്തെ ആ ചോദ്യം ചോദിച്ച അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. അഥവാ അങ്ങനെ ആർക്കെങ്കിലും തോന്നിയെങ്കിൽ ക്ഷമിക്കണം, അങ്ങനെ ഒരു ഉദ്ദേശം അടിയനില്ല. പക്ഷേ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു തോന്നൽ തോന്നി, അതുകൊണ്ടാണ് ഞാൻ അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാനത് പറഞ്ഞത്. ഒരു മാതാജി പറയുന്ന വൃന്ദാവൻ യാത്ര എൻ്റെ സ്വപ്നമാണ്. ധൈര്യമായിട്ട് വരും മാതാജി. ഈ മെയ് മാസം വെക്കേഷൻ ടൈമാണ്, നോക്കൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ പ്രോഫിറ്റിന് വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ യാത്രയിൽ പോകാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് വൃന്ദാവൻ യാത്ര. മാക്സിമം ഭക്തർ നോക്കൂ. അഹോബിലം യാത്രയും ട്രൈ ചെയ്യൂ. അഹോബിലം യാത്രയുടെ ബെനിഫിറ്റ് നമ്മുടെ ഭക്തിയിലുള്ള എല്ലാ തടസ്സങ്ങളും, ജീവിതത്തിൽ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും നല്ലൊരു മാറ്റം കിട്ടും അഹോബിലത്തിൽ പോയി കഴിഞ്ഞാൽ. ഇനി ഉച്ചയ്ക്ക് 2 മണിക്ക് നമുക്ക് കാണാം. ഹരേ കൃഷ്ണ.